ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയുന്നവർ ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവ് നിർമ്മിച്ച ദിവസമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് സൃഷ്ടിച്ച ദിവസമാണ്. നമുക്ക് പല കാര്യങ്ങൾ ഉണ്ടായിട്ടും തിരക്കുണ്ടായിട്ടും കർത്താവിന്റെ സന്നിധിയിൽ വരുവാൻ ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് കർത്താവിന് ഞാൻ സ്തോത്രം അർപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനെ ആരാധിക്കുവാൻ കിട്ടുന്ന ഓരോ സമയങ്ങള് നമ്മൾ കർത്താവിനെ ആരാധിക്കുക തന്നെ ചെയ്യണം. കർത്താവിനെ പുകഴ്ത്തുവാൻ കിട്ടുന്ന സമയമൊക്കെയോ കർത്താവിനെ പുകഴ്ത്തിക്കൊണ്ട് തന്നെ ഇരിക്കണം. കാരണം അവൻ ആരാധ്യ പ്രിയനാണ്. പ്രൈസ് ദി ലോർഡ്. ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവാണ്. ഇന്ന് പകൽ സകല ചിന്തകളെയും മാറ്റിവെച്ച് സകല പ്രവൃത്തികളെയും സകല നമ്മുടെ ഭവനത്തിലുള്ള എല്ലാ വിഷമസന്ധികളും ഒക്കെ ഒന്ന് മാറ്റിവെച്ച് അങ്ങയുടെ സാന്നിധ്യം വേണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം മാത്രം മതി ഇന്ന് പകൽ ഞങ്ങൾക്ക് ജീവിക്കുവാൻ. അങ്ങയുടെ സാന്നിധ്യം മതി ഞങ്ങൾക്ക് ജീവിക്കുവാൻ. അങ്ങയുടെ സാന്നിധ്യം മതി കർത്താവെ ഞങ്ങൾക്ക് ജീവിക്കുവാൻ എന്ന് ആഗ്രഹിക്കുന്നവർ ഒരുമിച്ച് കരങ്ങളെ അടിച്ച് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. വാഴ്ത്തി സ്തുതിക്കുമെന്ന് ഞാൻ എന്റെ താഴ്ചയിൽ എന്നെ ഓർത്ത ഒരു ഈശ്വരുണ്ട്. ഇന്ന് പകല കർത്താവിനെ കരങ്ങളെ അടിച്ച് പാടി മഹത്വപ്പെടുത്താം. വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായി, എന്നെ തീർത്തിടാമോ അവൻ ചെയ്താറ്. വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായി, എന്നെ തീർത്തിടാമോ അവൻ ചെയ്താറ്. ആയിരമാ സ്തുതിച്ചിടുന്നേ ആനന്ദഹസ്തങ്ങളെ ഉയർത്തി. ആയിരമാ സ്തുതിച്ചിടുന്നേ ആനന്ദഹസ്തങ്ങളെ ഉയർത്തി. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിൽ ഓർത്ത ഈശ്വരനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിൽ ഓർത്ത ഈശ്വരനെ. രോഗമായ തന്റെ ഭീതിയാ നാശകത്വത്തിൽ പതിക്കും നേരത്തിൽ. രോഗമായ തന്റെ ഭീതിയാ നാശകത്വത്തിൽ പതിക്കും നേരത്തിൽ. വേദസം
വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ, എന്നെ തീർത്തിടാമു അവൻ ചെയ്തത്. അവൻ വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ, എന്നെ തീർത്തിടാമു അവൻ ചെയ്തത്. വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ, എന്നെ തീർത്തിടാമു അവൻ ചെയ്തത്. ഓ വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ, എന്നെ തീർത്തിടാമു അവൻ ചെയ്തത്. വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ, എന്നെ തീർത്തിടാമു അവൻ ചെയ്തത്. ഓ വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ, ഇന്ന് പകലെണ്ണിയാൽ തീരാത്ത ഉപകാരങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നവർ ഏകദേശം ധാരാളം. ഓ ആയിരമായി സ്തുതിച്ചിടുന്നേ, ആനന്ദഹസ്തങ്ങളെ ഉയർത്തി. ആയിരമായി സ്തുതിച്ചിടുന്നേ, ആനന്ദഹസ്തങ്ങളെ ഉയർത്തി. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിലോർത്തീശനെ. പാപശാപരോഗമായ എന്റെ വിധിയ നാശകത്തിൽ പതിക്കും നേരത്തിൽ. പാപശാപരോഗമായ എന്റെ വിധിയ നാശകത്തിൽ പതിക്കും നേരത്തിൽ. സ്നേഹഹസ്തം നീട്ടി എന്നെ നിൻ തിരുരാജ്യത്തിലാക്കിയല്ലോ. സ്നേഹഹസ്തം നീട്ടി എന്നെ നിൻ തിരുരാജ്യത്തിലാക്കിയല്ലോ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിൽ
സാന്നിധ്യം. What is
ഞങ്ങളോട് ആത്മാവ് പറയുന്നു, അനവധി നാളുകളെ കരച്ചിൽ മാത്രമാ, അനവധി നാളുകളെ കരച്ചിൽ മാത്രമാ. ഓ റിയാം സനി സഞ്ചേരിയാല, അനവധി നാളുകളെ കരച്ചിൽ മാത്രമാ. വചനം കാണിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു കഴുതയോടെ കാണുവാൻ കഴിയുന്നു. അനവധി നാളുകളെ കെട്ടപ്പെട്ട് കരഞ്ഞു കിടക്കുകയാ. എന്നാൽ ദൈവം പറയുകയാ, എനിക്കതില്ലാതെ മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല. അതെന്നോടൊപ്പം വേണം. ഞാൻ അതിന്റെ മുകളിൽ കയറും, ഞാൻ അതിന്റെ രാജവീതിയിൽ കൂടെ നടത്തും. ഇത് നമ്മുടെ വായ്ത്തത്വം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മുടെ വായ്ത്തത്വം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ദൈവമക്കളെ അതിനെ മറികടന്ന് പോകുന്ന ദൈവമല്ല. ഇന്ന് പകൽ ചില വെളിപ്പാടുകൾ ആത്മാവ് ദർശിക്കുന്നു, ചില വെളിപ്പാടുകൾ കൈമാറ്റം ചെയ്യുവാൻ കർത്താവ് താല്പര്യപ്പെടുന്നു. ആരാണോ ആഗ്രഹിക്കുന്നത്? ഇന്ന് പകൽ അഭിഷേകത്തിന് വേണ്ടി ആരാണോ കൊതിക്കുന്നത്? ദൈവിക സാന്നിധ്യത്തിന് വേണ്ടി ആരാണോ അതിനുവേണ്ടി വാഞ്ചയോടിരിക്കുന്നത്? ആ ഉള്ളങ്ങളെ നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. അന്യഭാഷ പ്രാപിച്ചവർ അടങ്ങിയിരിക്കരുത്, അന്യഭാഷ പ്രാപിച്ചവർ അടങ്ങിയിരിക്കരുത്, അന്യഭാഷ പ്രാപിച്ചവർ അടങ്ങിയിരിക്കരുത്. അതരങ്ങളെ തുറന്ന്, വായികളെ തുറന്ന് കർത്താവിനോട് പറ, കർത്താവേ, എന്റെ വായ്ത്തങ്ങൾ പലപ്പോഴും നഷ്ടപ്പെട്ടു പോയോ എന്ന് പല സാഹചര്യങ്ങൾ പറയുമ്പോൾ, എന്റെ വായ്ത്തങ്ങൾ നഷ്ടപ്പെട്ടു പോയോ എന്ന്, എന്റെ വായ്ത്തങ്ങൾ ഇല്ലാതായി പോയോ എന്ന് പല സാഹചര്യങ്ങളും എനിക്ക് നേരെ ഉയരുമ്പോൾ, കർത്താവ് വായ്ത്തം ചെയ്തവനെങ്കിൽ അത് നിവർത്തീകരിക്കുന്ന ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മരണത്തിന്റെ ഭയങ്ങളെ കഴിച്ചു മാറ്റുകയാ. ഇന്നു മുതൽ മരണത്തിന്റെ ഭയം സംഭവിട്ട് മാറിപ്പോകട്ടെ. മരണ ഭയമെല്ലാം മാറിടട്ടെ, ശത്രുവിധിയെല്ലാം നീങ്ങിടട്ടെ. മരണ ഭയമെല്ലാം മാറിടട്ടെ, ശത്രുവിധിയെല്ലാം നീങ്ങിടട്ടെ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെയുന്നതനാ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും
ഭയമെല്ലാം. ചില രോഗങ്ങൾ വരുമ്പോൾ ചിന്തിച്ചിട്ടില്ലേ? ഒരിക്കൽ കൂടെ മരണഭയം. ചില രോഗങ്ങൾ മരണത്തിലേക്ക് നയിക്കേണ്ടതായിരുന്നു. ചില അപകടങ്ങൾ മരണത്തിലേക്ക് നയിക്കേണ്ടതായിരുന്നു. എന്നാൽ ഇന്നും ദൈവം നമ്മളെ സ്നേഹിച്ചതോർത്ത് തലമുറയായി സങ്കേതമായിരിക്കുന്നവൻ, അനർത്ഥത്തിൽ വിടാതെ നമ്മളെ കാത്തു പരിപാലിക്കുന്നവൻ ഇന്ന് പകൽ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ചിലരോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുന്നു. ഈ വരികൾ എന്നേ ഭവനത്തിൽ അനർത്ഥം വരേണ്ടുന്ന സാഹചര്യത്തിൽ നിന്നും മരണം കൊതിച്ചിരിക്കുന്ന വ്യക്തികൾ നമ്മുടെ അപ്പുറത്ത് തന്നെയുണ്ട്. ചിലരോട് വ്യക്തമായി സംസാരിക്കുന്നു. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെ. ആ ദൈവിക സാന്നിധ്യം തിരിച്ചറിയുന്നവർ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെ ഉന്നതനാ യാവേ അങ്ങെന്നുമൻ ദൈവം. തലമുറ തലമുറയാ യാവേ അങ്ങന്റെ സങ്കേതം. തലമുറ തലമുറയാ ഒരിക്കലും നടക്കത്തില്ല. വഴിതെറ്റി പോകട്ടെ, പരിഹസിച്ച് മാറ്റി നിർത്തുന്നതിന്റെ നടുവിലും തലമുറയോട് കരയുന്നവരിന്റെ അകത്തുണ്ടെങ്കിൽ ആത്മാവൊരു ദൂത് കൈമാറ്റം ചെയ്യുക. നീയും നിന്റെ തലമുറയും അനുഗ്രഹമായിരിക്കും. അപകടങ്ങൾ എന്നെ നശിപ്പിച്ചു കളയേണ്ടതായിരുന്നു. എന്റെ കുടുംബത്തിന്റെ വെളിച്ചം എന്നേ ഇല്ലാതാകേണ്ടതായിരുന്നു. എന്നാൽ ഇന്ന് പകൽ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ പുകഴ്ത്തുവാൻ ആരാധിക്കുവാൻ കർത്താവ് കൂട്ടി വരുത്തിയതോർത്ത് ജീസസ്
പരിശുദ്ധാത്മാവിന്റെ നടുവിലുണ്ട്, പരിശുദ്ധാത്മാവിന്റെ നടുവിലുണ്ട്. ചിലരോട് വ്യക്തമായി പറയുന്നു, നിങ്ങൾ എന്നേ ലോകം വിട്ടു പോകേണ്ടുന്നതാണ്. എന്നാൽ കർത്താവ് നമ്മളെ കണ്ടതോർത്ത് തലമുറയായി അവൻ നമ്മുടെ സങ്കേതമാകൊണ്ട് ഇന്ന് പകൽ കരങ്ങളെ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ്. Mighty Father, we thank you, Jesus. Abba, we love you. Many times we forget your love. We turn our own ways, Lord. But we seeking that your glory want to be dwell among us, Lord. We submit entire people in your mighty hand. All are in different categories, all are in different issues, problems they facing day by day. But we look to the Lord and asking that your grace is sufficient, that want to be poured in our head, Lord. It would be overcome all the situations, we believe. We submitting at a congregation. Thank you for giving wonderful worship and exalt your name, Lord. In the name of Jesus Christ we pray. Amen. Amen. കർത്താവിന്റെ പൊന്നു തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ 2025 വർഷത്തിലെ 9ാമത്തെ മാസത്തിലേക്ക്, സെപ്റ്റംബർ മാസത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ച ആരാധന കൂടുവാൻ സ്വർഗം നമ്മളെ സഹായിച്ചു. കടന്നു വന്ന ബഹുമാനപ്പെട്ട ദൈവമക്കളെ, മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, ബഹുമാനപ്പെട്ട ദേവദാസന്മാർ, ജെംസുഭാസും യോശുവ ദേവദാസനും സുലാരിക്കും നമ്മുടെ ജെറിൻ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളാലും നമ്മുടെ വിശുദ്ധ ആരാധനയെ, നമ്മുടെ ജനത്തെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. പലരും ഈ അവധി ദിവസമായതുകൊണ്ട് 3 ദിവസങ്ങളും 1 ദിവസങ്ങളൊക്കെ ഉപവാസമായിരുന്നു. എനിക്ക് തോന്നുന്നു ഞായറാഴ്ച ഉച്ചവരെ ഉപവസിക്കുന്നവരുണ്ട്, ഉപവസിച്ച് പ്രാർത്ഥിച്ച ഇന്ന് സമാപനം കുറിക്കുന്നവരുണ്ട്. 3 ദിവസം ഇന്ന് ഉച്ചവരെ ഉപവസിക്കുന്നവരുണ്ട്. അവരൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽക്കാലം സന്തോഷത്തോടെ നമുക്ക് ദൈവാവടത്തിലായിരിക്കാം. കർത്താവിൻ്റെ വലിയ മഹത്വം നമ്മുടെ മേൽ നിറഞ്ഞു കവിയുമാറാകട്ടെ. ഈ ആഴ്ച നടക്കുന്ന എല്ലാ പ്രാർത്ഥനകളും, കോട്ടേജ് മീറ്റിങ്ങുകളൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു സാക്ഷ്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാം, സംഘത്തിലേക്ക് പ്രവേശിക്കാം. ഒരു പ്രധാനപ്പെട്ട സാക്ഷി അതുകൊണ്ട് പറയാം. ഞാൻ ഇടയ്ക്ക് ലാലു സഹോദരൻ്റെ വീട്ടിൽ പറഞ്ഞു സ്വത്രം. അവിടെ ചർച്ചിൽ വരുന്ന ലാലു സഹോദരൻ്റെ വീട്ടിലായിരുന്നു വ്യാഴാഴ്ചത്തെ മീറ്റിംഗ്, കോട്ടേജ് മീറ്റിംഗ്. അവിടെ ഞാനത് പറഞ്ഞു. എങ്കിലും ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുന്നത് കൊണ്ട് ഒന്ന് പറയുന്നതേ ഉള്ളൂ. 2 അപകടങ്ങൾ എൻ്റെ മുമ്പിൽ വന്നു. ഒന്ന് കളമല വെച്ചായിരുന്നു. ബൈക്കിൽ ഞങ്ങൾ 10:30 മണിക്ക് പോയപ്പോൾ പന്നി എടുത്ത് കുറുകെ ചാടി. അപ്പോൾ പന്നി റോഡിൻ്റെ കാൽഭാഗം വന്നു. ഞങ്ങളും അവിടെ അപ്പോഴേ കറക്റ്റ് എത്തി. പന്നി എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ആനക്കുട്ടിയിൽ എത്ര ഉണ്ട്. ആ പന്നി ഇട്ടേനായിരുന്നു. പിന്നെ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് ചാടണോ, അവിടെ കിടന്ന് ചുറ്റുകയായിരുന്നു. ഞാൻ വിചാരിച്ചു ഞങ്ങൾ ഇടിച്ചു തരുന്നത്, കാരണം അതിൻ്റെ റോഡിൻ്റെ കാൽഭാഗം എത്തി, ഞങ്ങളും അവിടെ എത്തി. പിന്നെ ഇത് ഇങ്ങോട്ട് ചാടുന്നില്ല, പക്ഷെ അവിടെ തന്നെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് വല്ലാത്തൊരു തേലെടുപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ മകർഷിക്കാവിൽ നിന്നും തട്ടാരപടിയിലേക്ക് പോകുന്ന ഈ സ്ഥലത്ത് കഴിഞ്ഞ ദിവസം 3 പട്ടികൾ കിടന്ന് ഞാൻ അവിടെ കിടന്ന് കളിച്ചും അടികൂടിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഞങ്ങളവിടെ എത്തിയത് ഒരു പട്ടി കുറുക്കെടുത്ത് ചാടി. ആ പട്ടി ഞാൻ കണ്ടിടിച്ചു. അപ്പോൾ എൻ്റെ വയറിനകത്ത് വല്ലാതൊരു കാറ്റ്. ഞാൻ വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേരും മറിഞ്ഞെന്നാണ് വിചാരിച്ചത്. ഒരു മിനിമം സ്പീഡുള്ളൂ, ഒത്തിരി സ്പീഡിലല്ല ഞങ്ങൾ വന്നത്. ചെറിയൊരു സ്പീഡായതുകൊണ്ട് ഞാൻ എൻ്റെ ഈ വയറിനകത്ത് കാറ്റ് കേൾക്കണം. ഈ വണ്ടി പട്ടി ഇടിച്ച് നമ്മൾ മറിയും. ഈ നല്ല സ്പീഡിനാണ് ഈ പട്ടി വരുന്നത്. ഞങ്ങൾ അത്ര വലിയ സ്പീഡ് അല്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് ഞങ്ങളെ രക്ഷിക്കാനിടയാണ്. ഇതിപ്പോൾ എൻ്റെ സാക്ഷ്യം മാത്രമാണ്. നിങ്ങളെ ഒക്കെ എത്രയോ വാഹനാപകടങ്ങൾ സൂക്ഷിച്ചു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അത് പറയാൻ എന്നെ പരിശുദ്ധാത്മ നിയോഗം തന്നതുകൊണ്ടങ്ങ് പറഞ്ഞതാണ്. മറ്റു പല കാര്യങ്ങളൊക്കെ എനിക്ക് ഇടയ്ക്ക് ഉണ്ടായി. അപകടകരമായ കാര്യങ്ങളൊക്കെ ഉണ്ടായി. മരണവും ജീവനും തമ്മിലൊക്കെ ഉള്ള വിഷയങ്ങളൊക്കെ എനിക്ക് ഉണ്ടായി.
അതുകൊണ്ട് അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും, മുതിർന്നവരാകട്ടെ പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങളാകട്ടെ, നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ സൂക്ഷിച്ച് കഴിക്കാം. സ്തോത്രം. തൊണ്ടയ്ക്കകത്ത് മുള്ളൊന്നും പോകാതെ സൂക്ഷിച്ച് കഴിക്കുക. നമ്മുടെ ഈ മെതുകുമേൽ ഭാഗത്ത് ഒരാൾ മരണപ്പെടുകയും ചെയ്തു. ഒത്തിരി പത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് അത് സംഭവിച്ചാൽ പെട്ടെന്ന് ചിലരൊക്കെ തീരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു അപകടം എനിക്ക് വന്നു. അങ്ങനെ അപകടത്തിൻ്റെ ചില ദിനങ്ങളായിരുന്നു. എങ്കിലും എനിക്കൊരു കാര്യം മനസ്സിലായി. അപ്പോൾ ഈ തൊണ്ടയിലെ ഈ ആഹാരം കുരുങ്ങിന് ശേഷം തിരിച്ച് ആശുപത്രിയിൽ പോയി മടങ്ങി വന്നപ്പോൾ ആ മെതുകുമേൽ ദേശത്തുള്ളൊരു അച്ഛൻ പറഞ്ഞു, എന്തായാലും ഉപദേശിക്ക് ആയുസ്സുണ്ട്, ഇപ്പോഴൊന്നും തീരത്തില്ല. സ്തോത്രം. നമ്മൾ പലരും പെട്ടെന്നൊക്കെ തീരുമെന്നൊക്കെ ചിന്തിച്ചെങ്കിലും വീണ്ടും നമ്മളെ നിർത്തിയതിനായി സ്തോത്രം. എന്നെ മാത്രമല്ല, നമ്മളെ പലരും. സ്തോത്രം. എന്തിനെന്ന് ചോദിച്ചാൽ നമ്മുടെ സഭയ്ക്ക് വേണ്ടിയോ നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി അനേകരൊക്കെ നേടുവാനോ പ്രാർത്ഥിക്കാനോ അനേക സ്ഥലങ്ങളിലേക്ക് പോകാനാണ്, കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടിയാണ് എന്നെ നിങ്ങളെയൊക്കെ ജീവനോടെ ദൈവം തമ്പുരാൻ പരിപാലിച്ചത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കോവിഡ് വന്ന സമയത്തും ഞാനും സമയം സത്യം പറഞ്ഞ് തീരേണ്ടതായിരുന്നു. പക്ഷെ അവിടെയൊക്കെ ദൈവം വിടിവെച്ചു, നമ്മൾ പലരെയും വിടിവെച്ചു. അപ്പോൾ ഇന്ന് പകൽക്കാലം നിങ്ങളും സാക്ഷ്യം പറയും. നിങ്ങളുടെ വിലപ്പെട്ട സാക്ഷ്യങ്ങൾ അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്ന ദൈവമക്കൾ ചിലപ്പോൾ ശ്രദ്ധിക്കണമെന്നൊന്നുമില്ല. അവരെ ചിലപ്പോൾ ഫോൺ നോക്കിക്കൊണ്ടിരിക്കും, ചിലപ്പോൾ അപ്പുറവും ഇപ്പുറവും അവർ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ ആലയത്തിൽ നിന്നുകൊണ്ട് ഒരു സാക്ഷ്യം പറയുന്നത് ആര് ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ തമ്പുരാൻ അത് കേൾക്കുന്നുണ്ട്. നമ്മുടെ ഭവനത്തിലെ സാക്ഷ്യമാകട്ടെ, ആലയത്തിനകത്തെ സാക്ഷ്യമാകട്ടെ, അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്ന ആന്റിമാരോ സഹോദരന്മാരോ പാസ്റ്റർമാരൊക്കെ ശ്രദ്ധിക്കാതെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കും, അതിൽ മൊബൈൽ ഫോൺ നോക്കില്ല. പക്ഷേ നമ്മുടെ സാക്ഷ്യം കേൾക്കുന്ന ഒരു മഹാദൈവം സ്വർഗത്തിലുള്ളതിനാ ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് വിലപ്പെട്ട സാക്ഷ്യങ്ങൾ നമുക്ക് ദൈവം അതിൽ തന്നിരിക്കുന്നു. നമ്മുടെ ദൈവത്തോളം കരുതാനിടയായി. ഞാൻ സങ്കീർത്തനത്തിലേക്ക് വേഗത്തിൽ വരുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. 132 സങ്കീർത്തനമാണ് നമുക്ക് കർത്താവ് നൽകിയത്. സ്തോത്രം. അതിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഒന്ന് ഉറച്ചു വായിച്ചോളെ. വേദപുസ്തകം വായിച്ചു കേൾപ്പിക്കുന്നവരും അത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാരായതുകൊണ്ട് ഒന്ന് ഉറച്ചൊന്ന് വായിച്ചു. സ്തോത്രം. പുറകിൽ നിന്ന് വായിച്ച മാതാവിനെ കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ശക്തിയോടെ പ്രിയ മാതാവ് വായിപ്പാനിടയായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം. ഏത് ദൈവദാസന്മാര് വന്നാലും വേഗത്തിൽ വചനങ്ങൾ വായിച്ചു കൊടുക്കുമ്പോൾ ശുശ്രൂഷയുടെ ഒരു പകുതി ഭാഗവും ഒരു ആത്മനിറവ് ഇതിനകത്തുണ്ടാവും. നമ്മുടെ പ്രാർത്ഥനകളിലേക്ക് ഇടമുറിയുന്നുണ്ട്. സ്തോത്രം. ഒരു ദൈവഭക്തൻ നില ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അത് കേട്ടാലും ഭാരപ്പെടരുത്. എന്തെങ്കിലും പറഞ്ഞ ഉടനെ ജനത്തിന് ഒരു ഭാരം വരും. അങ്ങനെ ഭാരം വരാനല്ല പറയുന്നത്. സ്തോത്രം. നമ്മുടെ ഓരോ പ്രാർത്ഥനകൾക്കും ഇടമുറിയാൻ പാടില്ല. അതിന്റെ വേഗത്തിൽ ആ ശുശ്രൂഷകൾ പ്രാർത്ഥനയാകട്ടെ ഏത് തന്നെയായിരുന്നാലും വേഗത്തിൽ ചെയ്തെടുക്കുമ്പോൾ അതൊരു നിറവാണ്, അതൊരു അനുഗ്രഹമാണ്, ആ ഭവനത്തിനൊരു അനുഗ്രഹമാണ്. എന്തെന്ന് പറഞ്ഞാൽ കോട്ടേജ് മീറ്റിംഗിൽ ഒരു ഭവനത്തിൽ മീറ്റിംഗ് നടക്കുമ്പോൾ ചിലര് പ്രാർത്ഥിക്കാൻ ഇങ്ങനെ മറന്നു നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോൾ ആ വീട്ടിലുള്ളവർക്ക്, ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ, ആ വീട്ടിലുള്ള വ്യക്തികൾക്ക് ഭയങ്കര വിഷമം തോന്നും. ആരുമില്ല ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നൊരു ചിന്ത കയറും. ആ ചിന്ത കയറാതിരിക്കുവാൻ ദൈവമക്കളെ നിങ്ങൾ ആത്മാർത്ഥതയോടെ ശക്തിയോടെ പ്രാർത്ഥിക്കാൻ ദൈവം നിങ്ങൾ അഭിഷേകം ചെയ്യട്ടെ. ഹല്ലേലൂയ. എത്ര പേര് സ്തോത്രം ചെയ്തതിനു വേണ്ടി? ഞാൻ ഒന്നും കൂടെ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കാതെ ഇടമുറിയുമ്പോൾ ആ കോട്ടേജ് മീറ്റിംഗ് നടക്കുന്ന ഭവനത്തിലുള്ള വ്യക്തികൾക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല എന്നൊരു ചിന്ത വന്നു കയറും. ആ ചിന്ത വന്നു കയറാൻ നിങ്ങൾ അനുവദിക്കരുത്. എന്തെന്നാൽ അവരെ കുറിച്ച് ഹല്ലേലൂയ ഒരു വളരെ സന്തോഷത്തോടെയാണ് ആ പ്രാർത്ഥന നടത്തുന്നത്. ഇല്ലായ്മയിൽ നിന്ന് ആ കോട്ടേജ് നടത്തുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും പാട്ടുകൾ പാടി ആരാധിച്ച് ഒരു നല്ല വചനം കൊടുത്ത് തന്റെ ജനം അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത കോട്ടേജ് മീറ്റിംഗിലും അവർ നടത്തുവാൻ അവർക്ക് ആഗ്രഹമുണ്ടായിരിക്കും. ഈ ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മറന്നു പോകരുത്. ദൈവഭക്തന്മാർ ചില ചിന്തകൾ തരുന്നത് നിങ്ങൾ മറന്നു പോകാനല്ല, അത് നിങ്ങൾ ചെയ്യാനാ. കണ്ടോ, ഇവിടെ ദാവീദിനെ കുറിച്ച് ഈ സങ്കീർത്തനം എഴുതപ്പോൾ ദാവീദ് പറഞ്ഞിങ്ങനെയാണ്, എന്റെ സകല കഷ്ടതയെയും ഓർക്കണമേ. ഒത്തിരി കഷ്ടതകൾ
ദാവീദിന്റെ ജീവിതത്തിൽ വന്നു. ഞാൻ പറയുന്നു, ഒരുപാട് കഷ്ടതകൾ കൂടെ ദാവീദ്. പിന്നെ അതിഥികളുണ്ടല്ലോ, ജോമോളുണ്ട്, അത് ഓർത്ത് ദൈവത്തെ കണ്ടില്ല. സ്തോത്രം. അതിഥികൾ പുറകിലും കാണുമായിരിക്കും. അവരെല്ലാം പ്രത്യേക സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം. അപ്പൊ കണ്ടോ, ഒത്തിരി ഒത്തിരി കഷ്ടതകൾ കൂടെ ആണ് ദാവീദ് രാജാവായി തീരുവാനിടയായത്. ഇന്നു പകൽക്കാലം കഷ്ടതയിൽ കൂടെ നിങ്ങൾ ആരെങ്കിലും പോകുന്നുവെങ്കിൽ ചിന്തിച്ചോ. ഈ സങ്കീർത്തനത്തിൽ ഞാൻ പറയുന്നു, കഷ്ടതയുടെ അവസാനം നിങ്ങൾക്കൊരു സ്ഥാനമാനം തന്ന് ദൈവം നിങ്ങൾ അനുഗ്രഹിപ്പാനിടയാകും. കഷ്ടതയുടെ തീച്ചൂളെ കൂടെ പോകുന്ന മാതാവേ, പിതാവേ, ദൈവഭക്തനെ, കഷ്ടതയുടെ നടുവിൽ പോയാലും ദാവീദിനെ അനുഗ്രഹിച്ചതുപോലെ ദൈവം നമ്മളെ അനുഗ്രഹിപ്പാനിടയാകും. സ്തോത്രം. ഇന്ന് പകൽക്കാലം കഷ്ടതയിൽ കൂടെയാണ് ദാവീദും ഒരു രാജസ്ഥാനത്ത് എത്തുവാനിടയായത്. തീർച്ചയായിട്ടും ദാവീദ് രാജാവായി തീരുമെന്നൊന്നും ദാവീദിന് അറിയത്തില്ല. ഒരു പ്രവചന ദൂത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളാകട്ടെ, ആന്റിമാരാകട്ടെ, പിതാക്കന്മാരാകട്ടെ, പാസ്റ്റർമാരാകട്ടെ, നാളെ ദിവസങ്ങളിൽ നിങ്ങൾ ഏത് ശുശ്രൂഷകളിൽ കയറി വരുമെന്ന്, ഏത് അനുഗ്രഹം പ്രാപിക്കുമെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും എനിക്കും പ്രവചിക്കാൻ കഴിയുന്ന, പക്ഷേ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി, കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി തമ്പുരാൻ ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹത്തിനായി സ്തോത്രം ചെയ്യുവാൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ, കരങ്ങളടിച്ച് ദൈവത്തിനെ ഒന്ന് ആരാധിക്കുക. കഷ്ടതയുടെ തീച്ചുളയിൽ അനുഗ്രഹിക്കുന്ന മഹത്വത്തിനായി സ്തോത്രം. കഷ്ടതയുടെ അനുഭവത്തിൽ കൂടെയാണ് ദാവീദ് പോയത്. എന്റെ ജ്യേഷ്ഠന്മാരെല്ലാം പട്ടാളക്കാരാണ്, പക്ഷെ ഞാനിപ്പോൾ ആടുകളെ മേയ്ക്കുന്നു. ഇതൊക്കെ നമ്മൾ സ്ഥിരം വർഷങ്ങളാക്കി സങ്കീർത്തനം കേൾക്കുന്നതാണ്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു അഹോചനത്തൊന്നും വരണ്ട. ഈ ലോകമുള്ളിടത്തോളം കാലം ഇത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തെന്നാൽ ചിലപ്പോഴൊക്കെ നമുക്കിത് വിടുതലായി മാറും, ചിലപ്പോൾ നമുക്കത് വിടുതലായി മാറും. ലോകമുള്ളിടത്തോളം കാലം ഈ സങ്കീർത്തനങ്ങൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഭക്തന്മാര്. അത് കേൾക്കും തോറും നമുക്ക് ക്ഷീണമല്ല വരുന്നത്. പിന്നെയോ ഒരു പുതിയ ശക്തിയായി മാറും, പുതിയൊരു സന്തോഷമായി മാറും, പുതിയൊരു അനുഗ്രഹമായി മാറുവാനിടയാകും. ദാവീദിന്റെ കഷ്ടതകളിൽ ദാവീദ് കഷ്ടത അനുഭവിച്ചപ്പോൾ എന്നും എന്റെ ജീവിതം ഈ കഷ്ടതയായിരിക്കും, ഈ ആടുകളെ മേയ്ക്കുന്നതായിരിക്കും എന്ന് ചിന്തിച്ച സ്ഥാനത്തും ദാവീദിന് അറിയത്തില്ല ഞാനൊരു രാജാവായി തീരുമെന്ന്. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ട മാതാവേ, പിതാവേ, സഹോദരങ്ങളെ, ദൈവദാസന്മാരെ, നാളുകളിൽ നിങ്ങൾ എന്തായി തീരുമെന്ന് ഇപ്പോൾ നമുക്ക് പ്രവചിക്കാൻ കഴിയത്തില്ല. പക്ഷേ നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഉപവസിക്കുന്നുവെങ്കിൽ, കരയുന്നുവെങ്കിൽ, നിലവിളിക്കുന്നുവെങ്കിൽ, തമ്പുരാൻ നിന്നെ അനുഗ്രഹത്തിന്റെ പ്രാർത്ഥനയുടെ നന്മയിലേക്ക് നിന്നെ കൊണ്ടുവരുവാൻ എന്റെ കർത്താവിന് കഴിയുമെന്ന് ആത്മാവിന്റെ പകൽക്കാലം പ്രവചിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ കഷ്ട നടുവിൽ അദ്ദേഹമായി, എങ്കിലും ദൈവം അദ്ദേഹത്തെ രാജസ്ഥാനത്ത് കൊണ്ടുവരുവാനിടയായി. ഇന്ന് പകൽക്കാലം ഒരു വാക്യോടെ വായിച്ചാട്ടെ. ഇതിന്റെ 132 സങ്കീർത്തനത്തിൽ നിന്ന് അതിന്റെ 8ാമത്തെ വാക്യോടെ വായിച്ചാട്ടെ വേഗത്തിൽ. യഹോവേ, നീ നിന്റെ ബലത്തിന്റെ പെട്ടകവുമായി നിന്റെ വിശ്രാമത്തിലേക്ക് എഴുന്നള്ളണമേ. ആമേൻ. നമ്മൾ അല്പനിമിഷം ചിന്തിക്കാൻ പോകുന്നത് ബലത്തിന്റെ പെട്ടകം അല്ലെങ്കിൽ ദൈവത്തിന്റെ പെട്ടകം. കരമുയർത്തി തമ്പുരാന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ബലത്തിന്റെ പെട്ടകം. ഈ പെട്ടകത്തെ കുറിച്ച് നമുക്ക് കാണുന്നത് പുറപ്പാട് പുസ്തകത്തിലാണ്. ഒന്ന് വായിച്ചാട്ടെ. പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാം, അതിന്റെ നീളവും വീതിയും കാണാൻ പറ്റും. 25-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. ആ, 2.5 മുഴം നീളം, 1.5 മുഴം വീതിയും, 1.5 മുഴം ഉയരവും വേണം. മതി. അത് മുഴുവനും തങ്കം കൊണ്ട് പൊതിയണം. 2.5 അടി നീളം, 1.5 അടി വീതി,
1.5 അടി ഉയരം. ഈ ചെറിയ പെട്ടകം ശത്രുവിന്റെ പാളയത്തിനകത്ത് വന്നപ്പോൾ അവര് അലരെ ഭയപ്പെടാൻ തുടങ്ങി. ഇന്നു പകൽക്കാലം പരിശുദ്ധാത്മ പറയുന്നു, പെട്ടകം അതിനെ വന്നു കഴിഞ്ഞാൽ ചിലര് ഭയപ്പെടുവാൻ തുടങ്ങും. നിന്റെ ഭവനത്തിനകത്ത് കയറാൻ വന്നു നിൽക്കുന്ന ചില ശക്തികളുടെ മുമ്പിൽ ഇന്നു പകൽക്കാലം പരിശുദ്ധം പറയുന്നു, നീ അതിനെ ആർപ്പിടാൻ തുടങ്ങിയാൽ, പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, ഉപവസിക്കാൻ തുടങ്ങിയാൽ, ഇടപെടിക്കാൻ തുടങ്ങിയാൽ ശത്രുവിന്റെ മുറ്റത്ത് വന്നാൽ അകത്ത് കയറത്തില്ല. അവൻ 10 അടിയല്ല 100 അടി അകലെ മാറുവാനിടയാകും. പെട്ടകത്തിന്റെ മുമ്പിൽ ആരാധിക്കുന്നവർക്കായി സ്തോത്രം. ഫെലിസ്ത്യരിത് കണ്ടിട്ട് പറയുന്നു, 18 വായിക്കുന്നില്ല, 1 ശമൂവേലിന്റെ പുസ്തകം വായിക്കുന്നത് 4-ാമത്തെ അധ്യായത്തിൽ ഫെലിസ്ത്യർ പറയുന്നു, എന്താണ് ഭൂമി കുലുങ്ങത്തക്കവണ്ണം ഒരു ശബ്ദം. സ്തോത്രം. ഭൂമി കുലുങ്ങത്തക്കവണ്ണം എന്താണ് ഒരു ശബ്ദം. സ്തോത്രം. അവർ പറയാണ്, ദൈവത്തിന്റെ പെട്ടകം പാളയത്തിൽ വന്നു. ഇന്നു പകൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ പെട്ടകമായി പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ ശത്രു മാറി ഓടി വിറയ്ക്കുവാൻ, ഭയപ്പെടുവാനിടയാകും. അതുകൊണ്ട് ആർപ്പ് വെളിപ്പെടട്ടെ. ഭവനത്തിനകത്ത് പ്രാർത്ഥനയുടെ ഉപവാസത്തിന്റെ ആർപ്പ് വെളിപ്പെട്ട് കഴിഞ്ഞാൽ, ആർപ്പ് വെളിപ്പെട്ട് തുടങ്ങിയാൽ ശത്രു ഓടുവാനിടയാകും, ശത്രു ഭയക്കുവാനിടയാകും. അവിടെ വല്ലാതെ ആർപ്പിടുകയാണ്. നമുക്ക് ഒരു ഉറപ്പിനും തെളിവിന് വേണ്ടി അതങ്ങ് വായിക്കാം അല്ലേ? സ്തോത്രം. ഒന്ന് വായിച്ചാട്ടെന്നാ 1 ശമൂവേലിന്റെ പുസ്തകം 4-ാം അധ്യായം 5 മുതൽ 7 വരെ വാക്യങ്ങൾ വേഗത്തിൽ വായിക്കണം. യഹോവയുടെ നിയമപെട്ടകം പാളയത്തിലെത്തിയപ്പോൾ ഭൂമി കുലുങ്ങത്തക്കവണ്ണം ഇസ്രായേൽ എല്ലാം ഉച്ചത്തിൽ ആർപ്പിട്ടു. ഇന്നു പകൽക്കാലം ഞാൻ പരിശുദ്ധാത്മാവിന്റെ ദൂത് പറയുന്നു, നമ്മുടെ ഭവനത്തിനകത്ത് പ്രാർത്ഥനയുടെ ഉപവാസത്തിന്റെ മുഴക്കം തുടങ്ങി കഴിഞ്ഞാൽ പിശാച് ശത്രു ഓടി മറയുവാൻ ഇടയമാകുന്നു. ഈ വചനം ചൊല്ലി ഞാൻ പ്രവചിക്കുകയാണെന്ന് പകൽക്കാലം നിന്റെ കുഞ്ഞുങ്ങളെ, നിന്റെ ഭർത്താവിനെ, നിന്റെ ഭാര്യയെ തകർക്കുവാൻ, നിന്റെ മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ തകർക്കുവാൻ പിശാച് വട്ടമറ്റ് നിൽക്കുമ്പോൾ ആർപ്പിന്റെ ശബ്ദം കേട്ടാൽ ചങ്ങലകൾ അഴിയുവാൻ തുടങ്ങും, പിശാച് ഓടുവാൻ തുടങ്ങും. വെളിപ്പെടട്ടെ, ഭവനത്തിൽ ഉപവാസങ്ങൾ വെളിപ്പെടട്ടെ, ആർപ്പങ്ങൾ വെളിപ്പെടട്ടെ. ശത്രു ഭയക്കാൻ തുടങ്ങുകയാണ്. പൗലോസും പാടി ആരാധിച്ചപ്പോൾ കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം ഇളകി, ചങ്ങലകൾ അഴിഞ്ഞു, ആമത്തിന്റെ കെട്ടുപൊട്ടി. ആരാധനയും പ്രാർത്ഥനയും തുടങ്ങിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മ പ്രവചിക്കുകയാണ്, നമ്മുടെ വീട്ടിനകത്ത് ഉപവാസത്തിന്റെ ആർപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ എന്നെ നിങ്ങളെ കെട്ടിയ പിശാചിന്റെ കെട്ടുകൾ തമ്പുരാൻ പൊട്ടിക്കുമെന്ന് ആത്മാവ് പ്രവചിക്കുകയാണ്. വഴി തുറക്കുന്ന അഭിഷേകം വെളിപ്പെടട്ടെ. എല്ലാവരും ആരാധിക്കുന്ന, പക്ഷേ എനിക്കൊരു വിടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും അകത്തുണ്ടെങ്കിൽ ദൈവം തമ്പുരാൻ പറയുന്നു, ശത്രു മാറോ. ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രു ചിതറും. കുഞ്ഞിന് ഭാവി വേഗത്തിൽ വെളിപ്പെടും. നിന്റെ കുഞ്ഞിന് ഭാവി വേഗത്തിൽ വെളിപ്പെടും. ജോലിയിലേക്ക് പ്രവേശിക്കും, വിദേശത്ത് പോകും, തലമുറ വെളിപ്പെടും. നിന്നെ എന്നെ തകർത്തു കളയുവാൻ ദുഷ്ടൻ ഒരുങ്ങി നിൽക്കുമ്പോൾ ഉപവാസത്തിന്റെ ആർപ്പ് വെളിപ്പെടട്ടെ. ഉപവാസത്തിന്റെ ആർപ്പ് ഭവനത്തിൽ വെളിപ്പെടട്ടെ. അഭിഷേകം ഏറ്റെടുത്തവർക്കായി സ്തോത്രം.
എല്ലാവരും ഏറ്റെടുക്കണമെന്നില്ല. അത് കൺവെൻഷൻ മീറ്റിംഗ് ആകട്ടെ, ഉണർവ് യോഗമാകട്ടെ, പവർ മീറ്റിംഗ് ആകട്ടെ, കോട്ടേജ് മീറ്റിംഗ് ആകട്ടെ, വിശുദ്ധ ആരാധനയാകട്ടെ, എല്ലാ പാസ്റ്റർമാരും ഏറ്റെടുക്കണമെന്നില്ല, എല്ലാ ആന്റിമാരും ഏറ്റെടുക്കണമെന്നില്ല, എല്ലാ സഹോദരന്മാരും പക്ഷേ ഏറ്റെടുക്കുന്ന സഹോദരി, സഹോദര, ദൈവഭക്തനെ, മാതാവേ, പിതാവേ, തമ്പുരാൻ നിന്നെ മാറിപ്പോനിടയാകും, തമ്പുരാൻ നിന്നെ അനുഗ്രഹിപ്പാനിടയാകും. ദൈവത്തിന്റെ പെട്ടകവുമായി ആരാധനയോടെ നീ എഴുന്നേൽക്ക്. ശാസ്ത്ര ചിതറും, അവന്റെ അണപ്പനുകൾ തകരും. പറഞ്ഞെങ്ങനെയാണ്? പെട്ടകമൻ മാത്രമല്ല, ദൈവം പാളയത്തിൽ വന്നു. ദൈവം പാളയത്തിൽ വന്നാൽ ദൈവം മഹത്വം കാണാതെയാകും. ദൈവാത്മാവ് ശക്തമായി പ്രവചിക്കുന്നു. വീടിനകത്ത് ഉപവാസത്തിന്റെ ആർപ്പ് വിളി ഉയരുക. പരിശുദ്ധാത്മാലോചന പറയുന്നു. കണ്ടോ? 2.5 അടി നീളവും 1.5 അടി വീതിയും 1.5 അടി ഉയരമുള്ള ചെറിയ പെട്ടകം കണ്ടപ്പോ ശത്രു ചിതറിയെങ്കിൽ, ഈ ചെറിയ പെട്ടകം കണ്ടപ്പോൾ യോർദാനിലെ വെള്ളം മാറിയെങ്കിൽ, പുരോഹിതന്മാർ കാലി വെച്ചപ്പോ പെട്ടകം കണ്ടപ്പോ ശത്രുവിന്റെ കോട്ടകൾ തകർന്നതുപോലെ ഈ പെട്ടകത്തിനകത്ത് ഒരു ഇടങ്ങഴി മന്ന ഇട്ട് വെച്ചിരിക്കുന്ന പൊൻപാത്രമുണ്ട്. ഈ പെട്ടകത്തിനകത്ത് ഒരു സ്വതന്ത്രം ചെയ്താട്ടെ. ലേഖനത്തിൽ 9-ാമത്തെ ആയത്തിൽ അപ്പോസ്തലനാകുന്ന പൗലോസ് പറയുന്നു, ഈ പെട്ടകത്തിനകത്ത് 3 അതിപ്രധാനപ്പെട്ട വസ്തുക്കൾ ഇരിക്കുകയാണ്. ഒന്ന്, ഒരു ഇടങ്ങഴി മന്ന പൊൻപാത്രത്തിനകത്ത്, ഈ പെട്ടകത്തിനകത്ത് വെച്ചിരിക്കുന്നു. ഒരു നല്ല സ്വതന്ത്രം ചെയ്താട്ടെ. കാലങ്ങളും കാലഘട്ടങ്ങളും കഴിയുമ്പോ നിങ്ങളുടെ സന്തതികൾ, തലമുറകൾ ചോദിക്കുവാൻ ഇടവരും. അത് പണ്ട് കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ പിതാക്കന്മാര് മരുഭൂമിയിൽ ആകാരമില്ലാതെ വലഞ്ഞപ്പോ ദൈവം അവർക്ക് മന്ന കൊണ്ട് പോഷിപ്പിച്ചു. അടയാളത്തിന് വേണ്ടി, സാക്ഷ്യത്തിന് വേണ്ടി മോശെ മുഖാന്തരം പറഞ്ഞു, ഒരു ഇടങ്ങഴി മന്ന പൊൻപാത്രത്തിൽ വെക്കാൻ പറഞ്ഞു. അത് പെട്ടകത്തിനകത്താ വെച്ചത്. രണ്ടാമത് വെച്ചത് അഹരോന്റെ, ലേവി ഗോത്രക്കാരനാകുന്ന അഹരോന്റെ തളിർത്ത വടി. ആ വടി തളിർക്കുവായ മാത്രമല്ല, പിന്നെയോ അത് പൂക്കുവാനിടയായി, അത് വേദാമ്പലം കായ്പാനിടയായി. ഒരു നല്ല സ്വതന്ത്രം ചെയ്താട്ടെ. ഈ വടിയും ഈ പെട്ടകത്തിനകത്തുണ്ട്. മൂന്നാമത് മോശെ മുഖാന്തരം 40 വർഷക്കാലം പർവ്വതത്തിൽ നിന്ന് പ്രാപിച്ച 10 കൽപ്പനകൾ ഈ പെട്ടകത്തിനകത്തുണ്ട്. ഒരു നല്ല സ്വതന്ത്രം ചെയ്താട്ടെ. എന്നാൽ എല്ലാം അടങ്ങിയ പെട്ടകം എല്ലാവരും കരങ്ങളൊന്നും എടുത്താട്ടെ. എന്നോട് സ്നേഹമുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നവരും ഒന്നെടുത്താട്ടെ. ഈ വിശുദ്ധ വേദവസം എടുക്ക മക്കളെ. ഇന്ന് നീ എടുത്താൽ നാളെ നിങ്ങളെ അനുഗ്രഹിപ്പാനിടയാകും. ഇത് മാറോട് അണച്ചവരെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇത് അനുസരിച്ചിട്ട് ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പെട്ടകം. സ്തോത്രം. ഇത് ആശാരോപദേശി അമേരിക്ക എത്തിയപ്പോ ഈ പെട്ടകമാകുന്ന വിശുദ്ധ വേദ പുസ്തകം തലയിൽ വെച്ചു. കൂടെ പോയവർ പറഞ്ഞു, പാസ്റ്റർ ഇത് അദ്ദേഹം താമസിച്ചത് നെയ്യാറ്റിൻകരയല്ല, കാട്ടാക്കടയല്ല, ഇത് അമേരിക്കയാണെന്ന് പറഞ്ഞു. എനിക്കറിയാണോ ഇത് അമേരിക്കയാണെന്ന്. ഈ പെട്ടകമാണ് എന്നെ അമേരിക്കയിൽ എത്തിച്ചെന്ന് പറയുവാനുള്ള അനേക വിദേശി സാഹിബുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അദ്ദേഹം ഈ പെട്ടകം തലയിൽ വെപ്പാനിടയായി. ഈ പെട്ടകം മാറോട് ചേർക്കുന്നവരെ, ഓരോ ദിവസം വായിക്കുന്നവരെ ഇന്ന് കൊണ്ടുപോയിട്ട് അടക്കി വെക്കരുത്. ഒരു സങ്കീർത്തനങ്ങളും വായിക്കണം കേട്ടോ. സ്തോത്രം. നമുക്ക് അനുഗ്രഹമായിരിക്കും, നമ്മുടെ ഹൃദയത്തിന് തണുപ്പായിരിക്കും. സ്തോത്രം. ഈ പെട്ടകം നമ്മെ അനുഗ്രഹിക്കുന്ന പെട്ടകം. ഇത് അനുഗ്രഹത്തിന്റെ പെട്ടകം തന്നെയാണ്. ഈ പെട്ടകം നമ്മളെ കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹിക്കുന്ന പെട്ടകമാണ്. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്തോത്രം. ഇത് വിജയത്തിന്റെ പെട്ടകമാണ്.
ഇത് കൃപയുടെ പെട്ടകമാണ്. ഇത് നമുക്ക് വഴി തുറക്കുന്ന പെട്ടകമാണ്. ഈ പെട്ടകം സത്യം പറഞ്ഞാൽ വന്നുകൊണ്ട് തന്നെയാണ്. ഞാൻ നല്ലൊരു സാക്ഷിയോട് ഒന്ന് പറയട്ടെ, എന്നെ ഒന്ന് കണ്ണു തോന്നട്ടെ. സത്യം പറഞ്ഞ എന്നെ കുറിച്ച് നിങ്ങൾക്ക് അധികം അറിയത്തില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് നിങ്ങൾ സ്വഭാവം ഭാഷ. എന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ തീരെ മോശമാണ്, തീരെ പറയാൻ കൊള്ളത്തില്ല. അപ്പോസ്തലനാകുന്ന പൗലോസ് പറഞ്ഞിങ്ങനെയാണ് ലേഖനത്തിൽ. അമ്മാച്ചനും സോമേട്ടനും ചിരിച്ച് എന്താണെന്ന് അറിയില്ല. തീരെ നിങ്ങളുടെ തീരെ മോശമൊന്നും അല്ല. സ്തോത്രം. നമ്മളെല്ലാം മോശക്കാരായി. സത്യം പറഞ്ഞാൽ എന്റെ സ്വഭാവം ചിലപ്പോൾ എന്റെ ചേട്ടനാകുന്ന റോയ് പാഷോന് ഇഷ്ടമല്ല, ചേട്ടത്തേക്ക് ഇഷ്ടമല്ല, എന്റെ ഭാര്യയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമല്ല. സ്തോത്രം. പക്ഷെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു തമ്പുരാനുള്ളതിനായി സ്തോത്രം. ഞാനതെല്ലാം ഇങ്ങനെ മാറ്റിക്കൊണ്ടുവരികയാണ്. സ്തോത്രം. എന്റെ അപ്പോസ്തലനാകുന്ന പൗലോസ് പറഞ്ഞിങ്ങനെയാണ്, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. തീർന്നില്ല വാക്യം. ആ പാപികളിൽ ഞാൻ ഒന്നാണ്. പൗലോസ് പറയുന്നത് ആ പാപികളിൽ ഞാൻ. ഇനി ജനിക്കാൻ പോകുന്നതാകട്ടെ, മുമ്പ് ജനിച്ചതാകട്ടെ, എല്ലാവരെക്കാൾ പാപിയാണെന്നാ പറഞ്ഞത്. സത്യം പറഞ്ഞ അദ്ദേഹം അത്ര വലിയ പാപി ഒന്നല്ല, നമ്മളാ പാപികൾ. ഞാനാ പാപി. സ്തോത്രം. എന്റെ സകല പാപങ്ങളും ശാപങ്ങളും രോഗങ്ങളും വഹിച്ചുകൊണ്ട് ഞാൻ ഓരോ മീറ്റിങ്ങിനും, ഓരോ ചെറിയ മീറ്റിംഗ് ആകട്ടെ വലിയ മീറ്റിംഗ് ആകട്ടെ, ഉദ്യോഗസ്ഥന്മാരിരിക്കുന്ന മീറ്റിംഗ് ആകട്ടെ, അവിടെ പ്രസംഗിക്കുമ്പോൾ ഈ പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഇത് ഞാൻ തന്നെ, ഇതൊക്കെ ഞാനാണോ ഇതൊക്കെ? കാരണം ഇവിടെ നിന്ന് വന്ന് നിൽക്കാൻ ഒരു യോഗ്യ സത്യം പറഞ്ഞ എനിക്കില്ല. പക്ഷേ തമ്പുരാൻ പറഞ്ഞു, നീതിമാന്മാരെ അല്ല ഞാൻ രക്ഷിപ്പാൻ വന്നത്, പിന്നെയോ പാപികളെ അത്രേ. ഇത് പകൽക്കാലം ഈ പെട്ടകം നമ്മളെ അനുഗ്രഹിക്കും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കും. ഈ പെട്ടകം എന്നെ ഇതുവരെയും ഈ ഏനാത്ത് പട്ടണത്തിലും എത്തിച്ചു. ഈ ഏനാത്ത് ചർച്ചിലും ശുശ്രൂഷിക്കുവാൻ, അനേക ഭവനങ്ങളിൽ ശുശ്രൂഷിക്കുവാൻ, നിങ്ങളെ അനേക ഭവനങ്ങളിൽ ശുശ്രൂഷിക്കാൻ, അനേക ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നമ്മളെ ശുദ്ധീകരിക്കുവാൻ, നമ്മെ അനുഗ്രഹിക്കാൻ ഈ പെട്ടകം മതിയായി. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പെട്ടകം, ഈ വചനം മാറോട് ചേർത്ത് അന്ത്യത്തോളം നിത്യതവരെ സൂക്ഷിക്കുവാൻ, ഈ പെട്ടകത്തിൽ നിന്നും കർത്താവ് വലത്തോടെ ഇടത്തോടെ മാറാതെ ജീവിക്കുവാൻ സഭയായി ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് കടഭാരങ്ങളുണ്ട്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എങ്കിലും ഈ വചനത്തിൽ നിന്ന് ഒരു വള്ളിയോ പുള്ളി മാറാതെ കുഞ്ഞുകുട്ടിയാവാല വൃത്തവും ജീവിച്ച് നിത്യതയിലെത്തുവാൻ സ്വർഗം സഹായിക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങനെ ചെയ്യും. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കും. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് പകൽ ദർശനത്തിന്റെ പിന്നാലെ ഓടുന്ന ഒരു കൂട്ടം തലമുറയിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് തന്നിരിക്കുന്ന സമയത്തെ മാനിച്ചുകൊണ്ട് വേഗം ചില ഭാഗങ്ങൾ മാത്രം രേഖപ്പെടുത്തി ക്രിസ്തുവിൽ താനിരിക്കുവാൻ ശരണപ്പെടുകയാണ്. വായിക്കാം. അക്കോർഡിംഗ് ടു മാർക്ക് ബുക്ക് ഓഫ് ചാപ്റ്റർ 4 വേഴ്സ് 41. മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 41-ാമത്തെ ഭാഗം. അവൻ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലോടുകൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ. കാറ്റും കടലും ഇവനെ അനുസരിക്കുന്നുവല്ലോ. ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. ഇവൻ ആർ എന്ന് തമ്മിൽ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ. എല്ലാ കണ്ണുകളും അടച്ച് പരിശുദ്ധനായ ദൈവത്തിനോട് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നവർ അധരങ്ങളെ തുറന്ന് പ്രാർത്ഥിച്ചേണ്ട. കർത്താവേ, ഇന്ന് പകൽ ചില ദർശനങ്ങൾ കർത്താവ് നൽകണമേ, ചില വെളിപ്പാടുകൾ കർത്താവ് നൽകണമേ. ഞങ്ങളോട് വചനത്തിൽ കൂടെ കൃത്യമായി വ്യക്തമായി പരിശുദ്ധാത്മാവ് ഇടപെടണമേ. Hallelujah, hallelujah. Mighty Father, we thank you and commit to their congregation in your mighty hand, Lord. Lot of people are looking the different places, but we are seeking the God's kingdom, Lord. Also, you are anointing one to be poured in our hand. We waiting for hearing the God's voice. Bless each and everyone who are gathered here. We committing in their congregation once more in your mighty hand. Bless together in the name of Jesus Christ, we pray. Amen. Praise the Lord. കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 41-ാമത്തെ വേദഭാഗമാണ് വായിച്ചത്. അതോടുകൂടെ ഈ അധ്യായത്തിന് പര്യവസാനമാണ് കൊടുക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതും സുപരിചിതമായിട്ടുള്ളതും വ്യക്തമായിട്ടുള്ളതും പ്രസംഗിക്കുവാൻ തന്നു കഴിഞ്ഞാൽ നന്നായിട്ട് പ്രസംഗിക്കുന്ന
ഭാഗങ്ങളൊക്കെയാണിത്. പ്രൈസ് ദി ലോർഡ്. യേശുവും തന്റെ ശിഷ്യന്മാരും യാത്ര ചെയ്ത് ഗദരദേശത്തേക്ക് പോകുമ്പോൾ അവരുടെ പടകിന് നേരെ ആഞ്ഞടിക്കുന്ന ഒരു കാറ്റിനെയും കോളിനെയുമാണ് അവിടെ കാണുന്നത്. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഈവൻ ആർ പ്രൈസ് ദി ലോർഡ് ഡിസൈപ്പിൾസ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഫോളോവർ ആയിരിക്കുന്ന ശിഷ്യന്മാരായിരിക്കുന്ന വ്യക്തികൾ തമ്മിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഇവൻ ആരാണ് കാറ്റും കടലും ഇവനെ അനുസരിക്കുന്നുണ്ടെങ്കിൽ ഇവൻ ആരായിരിക്കും? പ്രൈസ് ദി ലോർഡ്. വാക്യങ്ങൾ പറയാറുണ്ട്, പ്രസംഗിക്കാറുണ്ട്, മൗണ്ടനിൽ പോയി സുവിശേഷങ്ങളെ ഘോഷിക്കാറുണ്ട്, ഗ്രേറ്റ് കമ്മീഷൻ കൈമാറ്റം ചെയ്യാറുണ്ട്, യേശു ക്രിസ്തുവിനെ പല അവസ്ഥയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ പ്രകൃതിയുടെ മേലിൽ അധികാരം എത്ര പേർക്ക് അതിന്റെ ആഴം മനസ്സിലായെന്ന് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാറ്റും കോളും ഇവരെ അനുസരിക്കുന്നു. ഈ ശിഷ്യന്മാരുടെ ഒരു വേവലാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, കർത്താവ് അത്ഭുതം ചെയ്യുന്നു, കുരുടരെ സൗഖ്യമാക്കുന്നുണ്ട്, പ്രൈസ് ദി ലോർഡ്, മുടന്തരെ നടത്തുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾ കണ്ടതാണ്. മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്, ഇത് ഞങ്ങൾ കണ്ടതാണ്. പക്ഷെ പ്രകൃതിയുടെ മേലിൽ ഹല്ലേലൂയ ചില ഡൗട്ടുകൾ പൊങ്ങി വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രകൃതിയുടെ മേളിൽ കർത്താവിന് അതോറിറ്റി ഉണ്ടോ? ഇന്ന് പകൽ നമ്മൾ വചനം പഠിച്ചത് കൊണ്ട് നമുക്കറിയാം, അവൻ ഒരു വാക്കിനാൽ ഉളവാക്കിയതാണ്. സകല ചരാചരങ്ങളെയും ഒരു വാക്കിനാൽ ഉളവാക്കിയവന്റെ വാക്ക്, സൃഷ്ടിതാവിന്റെ വാക്ക് പ്രകൃതി അനുസരിച്ചേ മതിയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാറ്റും കോളും വരുമ്പോൾ നമ്മൾ പറയും ഈ ഓണവും കൂടെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ ഓണമൊക്കെയും വെള്ളത്തിലായിരുന്നു. നിങ്ങൾ ന്യൂസ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ഓണങ്ങളൊക്കെയും പ്രളയമായിരുന്നു, വെള്ളപ്പൊക്കമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ വെള്ളപ്പൊക്കമുള്ളത് അങ്ങ് പഞ്ചാബിലാണ്, ജലന്ധർ എന്ന് പറയുന്ന സ്ഥലത്ത്. ഞാൻ അവിടെ വിസിറ്റ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം പഞ്ചാബിൽ നിന്ന് എന്റെ ഒരു സ്നേഹിതൻ വിളിച്ചു. അപ്പോൾ ഇതൊക്കെ പറയുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ പറയട്ടെ, പ്രകൃതിയുടെ മുകളിൽ ആർക്കാണ് അതോറിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആർക്കാണ് ഉത്തരവാദിത്വം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നസ്രയനായ യേശുവിനാണ്. Praise the Lord. Hallelujah. പ്രകൃതിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ കഴിയുമോ? കർത്താവിന്റെ വാക്ക് എപ്പോഴും അനുസരിക്കുന്നതാണ് ഈ ക്രീച്ചേഴ്സ് എന്ന് പറയുന്നത്, സകല സൃഷ്ടിയും എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്ത് പറയുന്നു എന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളും പലപ്പോഴും ഇങ്ങനെയാണ്, കർത്താവ് എന്ത് പറയുമെന്ന് വെയിറ്റ് ചെയ്യാറുണ്ട്. ചിലർ വെയിറ്റ് ചെയ്യാറില്ല, എടുത്തു ചാടാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വെയിറ്റ് ചെയ്യുന്നവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുക. കർത്താവിന്റെ വാക്കിന് ആര് ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ, കർത്താവിന്റെ വാക്ക് ആര് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ, അതിന്റെ നടുവിൽ കർത്താവ് പറയുകയാ, ചില അധികാരത്തിന്റെ കൈമാറ്റം ആ വാക്കിന്റെ അകത്തുണ്ട്. ഇന്ന് പകൽ ആ വാക്ക് നമുക്ക് മീതെ നിൽക്കുകയാ. നമ്മെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞവൻ, നമ്മെ നടത്തുമെന്ന് പറഞ്ഞവൻ, നമ്മളെ അക്കരെ കാണിക്കുമെന്ന് പറഞ്ഞവന്റെ വാക്ക്, അത് നമ്മോടുള്ള ഒരു വലിയ ദൂത് തന്നെയാ. Praise the Lord. Hallelujah. ഈ വാക്കുകൾ കാറ്റിനെയും കടലിനെയും കടലും അനുസരിക്കുവാൻ കഴിയുന്ന വാക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാക്ക് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ വീണു പോകുന്നതും അനുസരണക്കേടിലാണ്, മനുഷ്യൻ വാഴുന്നതും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കർത്താവിന്റെ വാക്കിനാലാണ്. പ്രൈസ് ദി ലോർഡ്. അനുസരണക്കേട് നിമിത്തമാണ് പാപം വന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പഴയ നിയമം പഠിക്കുമ്പോൾ പാപം കടന്നു വന്നത് കർത്താവിനെ അനുസരിക്കാത്തത് കൊണ്ടാണ്. കഴിക്കരുതെന്ന് പറഞ്ഞ ഫലം എടുത്ത് കഴിച്ചത് കൊണ്ടാണ്. അനുസരണക്കേട് അവിടെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇങ്ങനെ കാലങ്ങൾ മാറി വരുമ്പോൾ, കർത്താവിനോട് ചേരുവാൻ മനുഷ്യർ വ്യഗ്രതപ്പെട്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, പിന്നെയും പാവം കടന്നു കയറുമ്പോൾ, ഇതാ കർത്താവായ നസ്രയനായ കർത്താവ് പറയുന്ന വാക്ക് ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. അനുസരിച്ചു കഴിഞ്ഞാൽ ഈ പ്രകൃതിയും നിങ്ങളെ അനുസരിക്കുക. ഇന്ന് പറയട്ടെ, കർത്താവിന്റെ വാക്കിനെ ആരനുസരിക്കുന്നുണ്ടോ, കർത്താവിന്റെ വാക്കിന് വേണ്ടി ആര് കാതോർക്കുന്നുണ്ടോ, ഇത് പകൽ പറയട്ടെ, നിങ്ങൾ കർത്താവിനെ അനുസരിച്ചു കഴിഞ്ഞാൽ ചില അധികാരത്തിന്റെ വലിയൊരു കൈമാറ്റം അത് നമ്മുടെ ശിരസിലേക്ക് കർത്താവ് കൈമാറ്റം ചെയ്യുക. Praise the Lord. Hallelujah. പ്രകൃതിക്ക് കർത്താവിന്റെ സ്നേഹത്തെ അല്ലെങ്കിൽ കർത്താവിന്റെ കാഴ്ചപ്പാടിനെ തിരിച്ചറിയുവാൻ കഴിയും. Praise the Lord. കർത്താവ് യേശുക്രിസ്തു ജനിച്ച സമയം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഹെരോദ രാജാവിന്റെ അടുത്തേക്ക് 3 വ്യക്തികൾ വരുന്നത് നമുക്കറിയാവുന്നതാണ്. Praise the Lord. അവർ കണ്ടുകൊണ്ടുവരുന്നത് നക്ഷത്രത്തെയാണ്. Praise the Lord. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചുകൊണ്ട് Praise the Lord. ഒരു നസ്രയൻ ഭൂജാതനായിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രവാചകന്മാർ പറഞ്ഞ ഹല്ലേലൂയ ഒരു വ്യക്തി ഭൂജാതനായിട്ടുണ്ട്. അനവധി നാളുകളായി വെയിറ്റ് ചെയ്തിരുന്ന വ്യക്തി ഇതാ പിറവിയെടുത്ത് അവതരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇതാ പ്രകൃതിക്ക് ഒരു മാറ്റമുണ്ടായി. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്ത തരത്തിലൊരു നക്ഷത്രം അവർ കണ്ടു. ഇന്ന് പകൽ പറയട്ടെ, കർത്താവ് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ശോഭിക്കുവാൻ തുടങ്ങും.
ഹല്ലേലൂയ. കർത്താവിന്റെ കാഴ്ചപ്പാട് നമ്മൾ പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മൾ ശോഭിക്കുവാൻ തുടങ്ങും. അനവധി വ്യക്തികൾ പറയും, നീ ഒരിക്കലും മുൻപോട്ട് വരത്തില്ല, നീ മുൻപോട്ട് ജീവിതം നയിക്കത്തില്ല. എന്നാൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ശോഭിക്കണമെങ്കിൽ ഒരു നക്ഷത്രമുണ്ട്, അത് കർത്താവായ യേശുവാണ്. Praise God. Hallelujah. Hallelujah. കർത്താവിന്റെ ആ പ്രവൃത്തി അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. Praise Allah. കർത്താവ് പ്രകൃതിക്കും മീതെ ഉന്നതനാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കർത്താവ് പ്രകൃതിക്കും മീതെ ഉന്നതൻ തന്നെയാണ്. അവിടെ കാണുന്നത് ഇങ്ങനെയാണ്. Praise Allah. Hallelujah. യേശുവിന്റെ ജനന സമയം ഇതാ പ്രകൃതി പോലും കർത്താവിനെ വെയിറ്റ് ചെയ്തിരുന്നു. Praise Allah. Hallelujah. കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രകൃതിക്കുള്ള മാറ്റങ്ങളെയൊക്കെ കർത്താവ് നിരീക്ഷിക്കുന്നുണ്ട്. പ്രകൃതിക്കുള്ള Hallelujah ഓരോ നീക്കങ്ങളെ കർത്താവ് നിരീക്ഷിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് അത്ഭുതം ചെയ്തത് പ്രകൃതിയിലുള്ള സാധനങ്ങൾ കൊണ്ടാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ, ഒരു മരത്തെ നോക്കിയിട്ട് അതിനെ ശപിക്കുന്നത് കാണുവാൻ കഴിയുന്നു. ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള ഓരോ ക്രീച്ചേഴ്സ്, ആനിമൽസിന്റെ അടുത്തേക്ക് കർത്താവിന്റെ വാക്കുകൾ എത്തിപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത തരത്തിൽ ഭൂമിയിൽ ഉളവാക്കപ്പെട്ടതിന്റെ അകത്തൊക്കെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ കാണാത്ത ഒരു ശുശ്രൂഷയാണ് കടലിന്റെ നടുവിൽ കർത്താവ് ചെയ്തെടുത്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാറ്റും കോളും അടിച്ചു കയറുന്നുണ്ട്. മനുഷ്യർ ചിന്തിച്ചത്, പടയാളികൾ ചിന്തിച്ചത്, കർത്താവിന്റെ ശിഷ്യന്മാർ ചിന്തിച്ചത് എന്താണെന്നറിയാമോ? ഇത് സ്ഥിരമുള്ളതാ, ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുമ്പോഴും ഈ കാറ്റും കടലും ഒക്കെ വരാറുള്ളതാ. എന്നാൽ പലരും നശിച്ചു പോയിട്ടുള്ളതും ഈ കാറ്റിനെയും കടലിനെയും കണ്ടിട്ട് തന്നെയാണ്. എന്നാൽ ഞാനൊന്ന് പറയാം, പ്രൈസ് ദി ലോർഡ്, കർത്താവിന് അതിന്റെ ആഴം മനസ്സിലായി. ഒന്നും കൂടെ പറഞ്ഞു തരാം. ഹല്ലേലൂയ. കാറ്റടിച്ചപ്പോൾ കാറ്റില്ലാത്തതായിട്ടൊരു സ്ഥലവും നമ്മുടെ ദേശത്തിലില്ല. കാറ്റില്ലാത്തതായിട്ടൊരു സ്ഥലവും നമ്മുടെ ചുറ്റുപാടുകളില്ല. എവിടൊക്കെ കാറ്റുണ്ടോ അവിടൊക്കെ പിശാചുമുണ്ട്. വലിയൊരു ചിന്തയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. പ്രൈസ് ദി ലോർഡ്. കാറ്റ് എവിടൊക്കെ ഉണ്ടോ അവിടൊക്കെ പിശാചിന്റെ പ്രവർത്തികളും. പക്ഷെ കർത്താവ് കണ്ടത് എന്താണെന്ന് അറിയാമോ? ഈ കാറ്റ് സാധാരണ കാറ്റല്ല, ഇത് ആരൊക്കെയോ ഫോഴ്സ്ഫുള്ളി കൊണ്ടുവരുന്ന കാറ്റാണ്. ഈ കാറ്റ് ഇപ്പോൾ വരേണ്ടത് കാറ്റല്ല, പക്ഷെ ഈ കാറ്റിന്റെ അപ്പുറത്ത് ആരൊക്കെയോ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലതരം കാറ്റുകൾ നമുക്ക് വേദപുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പകൽ ഞാൻ കൈമാറ്റം ചെയ്യുന്നു. പല കാറ്റുകളും നമുക്ക് നേരെ അടിക്കുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഏതാത്മാവാണെന്ന് കാണുവാൻ ഒരു കണ്ണുണ്ടെങ്കിൽ ഇന്ന് പകൽ പറയട്ടെ, ഒരു അധികാരം കർത്താവ് നൽകി തരും. ചില കാറ്റുകളെ വിവേചിച്ചു കാണുവാൻ, ചില കാറ്റുകൾ നശിപ്പിച്ചു കയറി വരുന്ന ചില കാറ്റുകളെ കാണുവാൻ ഒരു കണ്ണ് ആത്മാവ് തുറക്കുകയാണ്. ഇതിന്റെ പിന്നിൽ പിശാചുണ്ടെന്ന് പറയാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഈ കാറ്റിനെ കർത്താവ് ശാസിച്ചു. കാറ്റിന്റെ അടുത്ത് അടങ്ങുക എന്നല്ല പറഞ്ഞത്, കർത്താവ് പറഞ്ഞത് കടലിന്റെ അടുത്ത് അടങ്ങുക എന്നാ. പ്രൈസ് ദി ലോർഡ്. ഈ കാറ്റടിക്കുന്നത് ഭയങ്കര ഫോഴ്സ് ആണ്. ഒന്നും കൂടെ പറഞ്ഞു തരാം. പലയിടത്തും സുനാമി വരുന്നതിന് മുൻപ് കാറ്റുണ്ടാകാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും വലിയ കാറ്റ് എവിടൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മണലാരുണ്യത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ കാറ്റ് നമുക്ക് കൊണ്ടു നിൽക്കുവാൻ കഴിയത്തില്ല, അപകടങ്ങൾ ഉണ്ടാവും. ഒരു നിമിഷം തന്നെ നമുക്ക് വേവലാതിപ്പെട്ടു പോകും. അതുപോലെ തന്നെയാണ് കടലിലെ കാറ്റും. പ്രൈസ് ദി ലോർഡ്. അവിടെ മറ്റ് തടസ്സങ്ങളൊന്നുമില്ല, കാറ്റ് നന്നായി അടിച്ചു കൊണ്ടുപോകുക. എന്നാൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, കാറ്റിന്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ, കാറ്റിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആ പിശാചിന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ, ഈ കാറ്റ് ചിലതിനെ മറിച്ചു കളയുന്ന കാറ്റ, ഈ കാറ്റ് ചിലതിനെയൊക്കെ കൂപ്പുകുത്തിക്കുന്ന കാറ്റ, ഈ കാറ്റ് എന്ന് പറയുന്നത് ആരും ജീവനോട് ഇരിക്കാതെ വണ്ണം പ്രവർത്തിക്കുന്ന കാറ്റ. അതിനെ ശാസിക്കുവാൻ ഒരു അധികാരമുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയും, അതിനെ ശാസിക്കുവാൻ ഒരു അധികാരം കർത്താവ് നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വായികളെ തുറന്നു വരാ. കാറ്റേ അടങ്ങുക. എന്നാൽ മനസ്സിലാക്കുക, പ്രകൃതിയുടെ മേളിൽ കർത്താവിന് അധികാരമുണ്ട്. കർത്താവിന്റെ ക്രൂസിഫിക്ഷന്റെ സമയം, കർത്താവിന്റെ മരണ പുനരുദ്ധാനത്തിന്റെ സമയങ്ങളൊക്കെ, കർത്താവിന്റെ ക്രൂശിലേക്ക് ആണി തറയ്ക്കുവാനായി കൊണ്ടുപോകുന്ന സമയം. പ്രൈസ് ദി ലോർഡ്. ഇതോടുകൂടെ കർത്താവിന്റെ ജീവിതം അവസാനിക്കുമെന്ന് ലോകം വിധി എഴുതിയപ്പോൾ, റോമൻ ഗവൺമെന്റ് വിധി എഴുതിയപ്പോൾ, ഇതാ പ്രകൃതി പ്രൈസ് ദി ലോർഡ് 3 മണി നേരം അവിടെ വായിക്കുന്നത് ഇങ്ങനെ, അത് ഒറ്റ സെക്കൻഡിൽ ഇരുട്ടായി കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. 9 മണി നേരം പോലെ ആയി തീർന്നു. അതായത് പ്രകൃതിക്ക് പോലും കണ്ടു നിൽക്കുവാൻ കഴിയത്തില്ല. നസ്രായനായ കർത്താവ്, സകലത്തെ ഉളവാക്കിയ കർത്താവിന്റെ, സകലത്തെ ഉളവാക്കിയ നസ്രായനായ ദൈവത്തിന്റെ
വാക്കുപോലും പ്രകൃതി അനുസരിച്ചെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയാ, നമ്മുടെ വാക്കുകൾക്ക് അധികാരമുണ്ട്. ചില കാറ്റിനെ മാറ്റുവാൻ, ചില പ്രയാസങ്ങളെ നീക്കുവാൻ, ചില പ്രതിസന്ധികളെ നീക്കിക്കളയുവാൻ ഒരധികാരം കർത്താവ് നമുക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ട്. അത് ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ, അത് തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ, അന്യഭാഷ പ്രാപിച്ചവർ അവരെ തുറന്ന് കർത്താവിനെ ബോധ്യപ്പെടുത്തിയാട്ട് പ്രകൃതിയുടെ മേളിൽ കർത്താവിന്റെ അതോറിറ്റി ഉണ്ടായിരുന്നു. പ്രൈസ് അല്ലാ, ഹല്ലേലൂയ. 10-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്. കർത്താവ് ആദ്യം അധികാരം ശിഷ്യന്മാർക്ക് കൊടുത്തു. എന്തിനു മേലുള്ള അധികാരമാണെന്നറിയാമോ? ചിലതെ ശാസിക്കുവാൻ, ചിലതിനെ ഉന്മൂലനം ചെയ്യുവാൻ, ചിലതിനെ പറിച്ചു കളയുവാൻ, ചിലതിനെ ഹല്ലേലൂയ നശിപ്പിച്ചു കളയേണ്ടുന്നതിന്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടുന്നതിന് കർത്താവ് ചില അധികാരങ്ങൾ അവിടെ കൈമാറ്റം ചെയ്യുന്നുണ്ട്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, കർത്താവിന്റെ വാക്കിന് എപ്പോഴും ശക്തിയുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്തി. പ്രകൃതി പോലും അനുസരിക്കണമെങ്കിൽ കർത്താവ് സാധാ വ്യക്തിയല്ല. പ്രൈസ് അല്ലാ, ഹല്ലേലൂയ. സകല ചരാചരങ്ങളെ ഉളവാക്കിയ ഒരു ഉടയവനുണ്ട്. പ്രൈസ് അല്ലാ. നമ്മൾ ഒരുപക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പ്രൈസ് അല്ലാ. അത് നമ്മുടെ അധികാരത്തെയാണ് കാണിക്കുന്നത്. ഇഫ് യു ഹാവ് അതോറിറ്റി, നിങ്ങൾക്ക് അധികാരമുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് നടക്കും. നമുക്ക് അധികാരമുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് കർത്താവ് ചെയ്യുവാൻ തുടങ്ങുക. കാരണം പ്രൈസ് അല്ല, കർത്താവുമായിട്ടുള്ള ബന്ധമാണത്. ഇന്ന് പകൽ നമുക്ക് കർത്താവുമായിട്ടുള്ള ബന്ധത്തെ പുലർത്താമെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ സമയത്ത് ഒരുക്കി തന്ന ദൈവദാസനോട് നന്ദി രേഖപ്പെടുത്തി താണിരിക്കുന്നു. കർത്താവെ വരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 3-ാം വാക്യമാണ് വായിച്ചത്. സ്തോത്രം. അതിൻ്റെ 1-ാം വാക്യത്തിൽ നിന്ന് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചിന്തിച്ച് വന്നാൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ദൈവത്തിൻ്റെ ദാസനാകുന്ന അബ്രഹാം മമ്രയുടെ തോപ്പിൽ കൂടാരമടിച്ച് താൻ അവിടെ പാർക്കുമ്പോൾ കൂടാരവാതിൽക്കൽ ഇരിക്കുന്ന അബ്രഹാം തല ഉയർത്തി നോക്കിയെന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. താൻ തല ഉയർത്തി നോക്കുമ്പോൾ തനിക്കെതിരായിട്ട് 3 പുരുഷന്മാർ നിൽക്കുന്നതും കാണുന്നു. 3 പുരുഷന്മാരെന്ന് പറഞ്ഞാൽ അവിടെ വചനം അങ്ങനെ പറയുന്നെങ്കിലും അത് 3 പുരുഷന്മാരല്ല, 3 ദൂതന്മാരാണ്. ഈ 3 ദൂതന്മാരല്ല, 2 പേര് ദൂതനും 1 നമ്മുടെ യഹോവയായ ദൈവവുമാണ്. സ്തോത്രം. അതറിയണമെങ്കിൽ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ മനസ്സിലാവും. 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. മതി. ഇവിടെ പറയുന്നു യഹോവയായ ദൈവം അബ്രഹാമിന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. നടുവിൽ നിൽക്കുന്നവൻ യഹോവയായ ദൈവവും തൻ്റെ ഇരു സൈഡിൽ നിൽക്കുന്ന 2 ദൂതന്മാരുമാണ്. അവരെ പലപ്പോഴും ദൂതന്മാരെ പലപ്പോഴും പുരുഷന്മാരെന്നുള്ള ആ ഒരു പദപ്രയോഗം കൊടുത്ത് ഇങ്ങനെ സംസാരിക്കാറുണ്ട്. അതുതന്നെയാണ് തൻ്റെ കൊച്ചുമാനാകുന്ന യാബോക്ക് കടലിൽ വെച്ച് ഒരു പുരുഷനുമായി മത്സരിപ്പിച്ചെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പുരുഷൻ്റെ വാക്ക് അവിടെ കൊടുക്കുന്നുണ്ട്, പുരുഷനെ കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ അത് ദൂതന്മാരാണ്. സ്തോത്രം. ഇവിടെ അബ്രഹാം തല ഉയർത്തി നോക്കുമ്പോൾ കാണുന്ന ഈ 3 പുരുഷന്മാർ എന്താ തല ഉയർത്തി നോക്കുക എന്ന് പറയുന്നത്? നമുക്കറിയാം. സ്തോത്രം. സ്ഥിരീകരിക്കാൻ ഒത്തിരി ഉണ്ടെങ്കിലും ഞാൻ വേഗം കമ്പി വലുതിൽ പറഞ്ഞങ്ങ് പോകാം. ഈ നമുക്കറിയാം അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഏത് പുരുഷൻ്റെ ഈ തല ക്രിസ്തുവാണ്. തല ക്രിസ്തുവാണെങ്കിൽ ക്രിസ്തുവോളം പുരുഷൻ എന്ത് ചെയ്യണം? തൻ്റെ തല ഉയർത്തണം. സ്തോത്രം. ആ ക്രിസ്തു എന്ന ആ ലെവലിലേക്ക് എത്തുമ്പോഴാണ് ഉയരത്തിൽ നിന്നുള്ള ദർശനങ്ങൾ കാണാൻ കഴിയുന്നത്. സ്തോത്രം. അതങ്ങനെ പറഞ്ഞാണ് അവസാനിപ്പിക്കുക. കാരണം ഞാനും നിങ്ങളും ആയിരിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് ആ ദൈവിക മണ്ഡലത്തിലേക്കൊന്ന് വരുമ്പോഴാണ് നമുക്ക് ദർശനങ്ങൾ കാണാൻ കഴിയുന്നത്. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. പത്മോസിലായിരുന്ന യോഹന്നാൻ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി. ആ ആത്മവിവശത്തിലാണ് സ്വർഗീയ ദർശനം കാണാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും സ്വർഗീയ ദർശനം അല്ലെ ദൂതന്മാരെ കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ തല ഉയർത്തി ഒന്ന് നോക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ആയിരിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് ഹല്ലേലൂയ സ്തോത്രം ഞാനും നിങ്ങളും ഒരു പടി സ്റ്റെപ്പ് ഹല്ലേലൂയ സ്തോത്രം ഒന്ന് ആത്മീയമായി വരുമ്പോഴാണ് നമുക്ക് സ്വർഗീയ ദർശനങ്ങൾ കാണാൻ കഴിയുന്നത്. ഇവിടെ ഹല്ലേലൂയ താൻ തല ഉയർത്തി നോക്കുമ്പോൾ കാണുന്നത് 3 ദൂതന്മാരെയാണ്. താൻ ഓടിച്ചെന്ന് ഹല്ലേലൂയ സ്തോത്രം അവരുടെ കാൽക്കൽ വീണു. ഹല്ലേലൂയ എന്ന് വേണം പറയേണ്ടത്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ താൻ നിലം വരെ കുനിഞ്ഞു എന്നാണ് പറയുന്നത്. നിലം വരെ കുനിഞ്ഞു. എന്താ നിലം വരെ കുനിഞ്ഞു എന്ന് പറഞ്ഞാൽ
ഞാൻ എൻ്റെ അതിനെക്കുറിച്ചുള്ള ചിന്ത ഇങ്ങനെയാണ്. അബ്രഹാം ഓടിച്ചെന്ന് ഹല്ലേലൂയ നടുവിൽ നിൽക്കുന്ന യഹോവയുടെ കാൽക്കൽ കവിഴ്ന്നങ്ങ് വീണു. സ്തോത്രം. കവിഴ്ന്ന് വീണിട്ട് താൻ പറഞ്ഞതാണ് ഈ ഹല്ലേലൂയ നാം വായിച്ച വേദഭാഗം പറയുക, യജമാനനെ സ്തോത്രം, എന്നെ വിട്ട് എന്ത് ചെയ്യരുത്, കടന്നു പോകരുത്. ഹല്ലേലൂയ സ്തോത്രം. എന്ന് വെച്ചാൽ എൻ്റെ വിഷയം അറിയാതെ, എൻ്റെ വിഷയത്തിനൊരു പരിഹാരം തരാതെ എന്നെ വിട്ട് കടന്നു പോകല്ലേ എന്നാണ് അബ്രഹാം പറയുന്നത്. നാളുകളായി ഹല്ലേലൂയ താൻ ഭാരത്തോടെ ആയിരിക്കുന്നതെന്ന് നമുക്കറിയാം. മറ്റൊന്നുമല്ല, ഹല്ലേലൂയ 15-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരുമ്പോൾ അതിന്റെ 15-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലും പറയുന്നുണ്ട്, നീ എനിക്കൊരു തലമുറയെ തന്നിട്ടില്ല. എന്നാൽ ദൈവം അതിന്റെ 2-ാം വാക്യത്തിലൊക്കെ പറയുന്നുണ്ട്, ഞാൻ നിന്റെ പരിചയമാണ്, ഞാൻ നിന്റെ അതിനകത്തായ പ്രതിഫലമാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ എന്നൊക്കെ പറയുന്നെങ്കിലും അബ്രഹാമിന്റെ പരിഭവം മറ്റൊന്നുമല്ല, നീ എനിക്കൊരു തലമുറയെ തന്നിട്ടില്ല. ഹല്ലേലൂയ സ്തോത്രം. പലപ്പോഴും വന്നിട്ട് ഹല്ലേലൂയ ദൈവം പറയുന്നുണ്ട്, നീ ഉയരത്തിലേക്ക് നോക്ക്, അതുപോലെ ഞാൻ മക്കളെ തരും. നീ കടൽക്കരയിലേക്ക് നോക്ക്, നിനക്ക് ഞാൻ അതുപോലെ മക്കളെ തരും. പക്ഷെ ഇങ്ങനെയൊക്കെ ഹല്ലേലൂയ സ്തോത്രം എനിക്കും നിങ്ങൾക്കൊക്കെ ഒത്തിരി വാസ്തവങ്ങളും ഹല്ലേലൂയ വചനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒന്നിനെ പോലും ഇന്ന് വരെയും ലഭിച്ചിട്ടില്ല എന്നുള്ള പരാതി എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്, അബ്രഹാമിനുമുണ്ട്. പലപ്പോഴും നമുക്കറിയാം, നമ്മളൊക്കെ ഒത്തിരി വാക്തത്വങ്ങളൊക്കെ കേട്ടവരാ. പക്ഷേ ഇന്ന് വരെ പലതും നടക്കാറില്ല, എന്നാൽ പലതും നടന്നിട്ടില്ലേ? അതുകൊണ്ട് ദൈവം കള്ളം പറയാമെന്നല്ലേ ഞാൻ ഈ പറഞ്ഞു വന്നത്. എന്നാൽ അതിനൊക്കെ ഒരു സമയമുണ്ട്. ദർശനത്തിന് ഒരു അവധി വെച്ചിട്ടുണ്ട് ദൈവം. ഞാൻ നിങ്ങൾ കാണുന്ന ദർശനത്തിന് ദൈവം വെച്ച അവധിക്കനുസരിച്ച് ദൈവം ചെയ്യത്തുള്ളൂ, പ്രവർത്തിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അത് സമാപ്തിയിലേക്ക് വരികയാണ്, അത് വരും നിശ്ചയം, താമസിക്കത്തുമില്ല. പക്ഷെ അതിന് നമുക്കിങ്ങനെ താമസിക്കാനും സമയമില്ല. നമുക്ക് ഇന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ നടക്കണം. ഇതാണ് നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ വിചാരം. പക്ഷേ എന്നാൽ ദൈവത്തിന് ഇതിനൊക്കെ ഒരു സമയമുണ്ട്. ദൈവ സമയത്തിന് വേണ്ടി ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണം? സ്തോത്രം. സ്തോത്രം. ഞാൻ നിങ്ങൾ അതിന് വേണ്ടി കരുതലോടെ. അപ്പൊ ഇവിടെ അബ്രഹാം ഓടിച്ചെന്ന് ദൈവത്തിന്റെ കാൽക്കൽ വീണിട്ട് പറയുക, എന്റെ വിഷയം കാണാതെ പോകരുത്, എന്നെ കടന്നു പോകല്ലേ, എന്റെ വിഷയത്തിനൊരു പരിഹാരം തന്നേ പോകാവൂ. ഹല്ലേലൂയ സ്തോത്രം. ആ സ്ഥാനത്ത് ഞാനും നിങ്ങൾ നമ്മുടെ മുൻപിലാണ് നമ്മുടെ കർത്താവ് എന്ന് വെളിപ്പെടുന്നെങ്കിൽ ഹല്ലേലൂയ ഇതൊന്നുമല്ല നമ്മൾ പരാതി പറയുന്നത്. ഹല്ലേലൂയ ആ ദൈവത്തെ നമ്മൾ വിടത്തില്ല, നമ്മുടെ വിഷയത്തിനെല്ലാം പരിഹാരം തരാതെ നമ്മൾ വിടാറില്ല. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ യാക്കോബും അതുപോലെ തന്നെ ആയിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ യാക്കോബ് കടവിൽ വെച്ച് ഹല്ലേലൂയ സ്തോത്രം താനും ദൈവത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞത്, എൻ്റെ വിഷയം കാണാതെ പോകരുതും, എൻ്റെ വിഷയത്തിന് പരിഹാരം തരാതെ പോകല്ലേ എന്ന് നിലവിളി നമുക്കവിടെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അബ്രഹാം വേഗം അവരെ കൊണ്ടുവന്ന് ഒരു വൃക്ഷത്തണലിൽ ഇരുത്തിയിട്ട് ഹല്ലേലൂയ അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കി. ഞാൻ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹല്ലേലൂയ അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളെല്ലാം തയ്യാറാക്കിയിട്ട് ഹല്ലേലൂയ സ്തോത്രം അവർക്ക് ആ ഭക്ഷണങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുവാനിടയായി. ഹല്ലേലൂയ സ്തോത്രം. അവർക്ക് നല്ല ഹല്ലേലൂയ നല്ല ഇറച്ചിയൊക്കെ ഒരുക്കി കൊടുത്ത് ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ നല്ല ഹല്ലേലൂയ നമ്മുടെ ഭാഷ പറഞ്ഞാൽ മാവ് കൊണ്ടുണ്ടാക്കുന്ന ചപ്പാത്തിയൊക്കെ ആയിരിക്കും, ഇല്ലയോ? ചപ്പാത്തിയാണോ ഇനി അടയാണോ എന്തോ നമുക്കറിയത്തില്ല. ഇതൊക്കെ ഒരുക്കി ദൈവം ഹല്ലേലൂയ അവർക്ക് വേണ്ടുന്ന വെണ്ണയും പാലും ഹല്ലേലൂയ ഇതൊക്കെ ഒരുക്കി കൊണ്ടുവന്ന് കൊടുത്ത് ഹല്ലേലൂയ അവർ ഭക്ഷിച്ച് തൃപ്തരായി. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ ഹല്ലേലൂയ തൃപ്തരായി കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്റെ ഭാര്യ സാറ എവിടെ? സ്തോത്രം. നമ്മൾ ദൈവത്തിൻ്റെ കാര്യം നമ്മൾ നോക്കിയാൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, അല്ലെങ്കിൽ നാം ദൈവത്തെ മാനിച്ചാൽ ദൈവം തിരിച്ച് നമ്മെയും മാനിക്കും, യാതൊരു സംശയമില്ല. എന്നെ മാനിക്കുന്നതിനെ ഞാൻ മാനിക്കുമെന്ന് ദൈവവചനം നമുക്ക് മുൻപിലുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ഇത് അബ്രഹാം തൻ്റെ ഹല്ലേലൂയ ദൈവത്തെ മാനിച്ചപ്പോൾ, ദൈവത്തിന് വേണ്ടത് നൽകിയപ്പോൾ ദൈവം ചോദിക്കുക, നിന്റെ ഭാര്യ സാറ എവിടെ? അപ്പോഴാണ് അബ്രഹാം പറയുന്നത്, അവൾ കൂടാരത്തിലുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഇത്രയും സമയമൊക്കെ ഹല്ലേലൂയ നമുക്കിടെ ഒരു കാണും ൊക്കെ ഒരുക്കി അതിന് വേണ്ടുന്ന അതിനെയും റോസ്റ്റ് ചെയ്യുമായിരുന്നോ അതോ വലത്തുമായിരുന്നോ എന്തൊക്കെ ചെയ്ത് കൊണ്ടുവന്ന് കർത്താവിന് കൊടുത്തെന്നുള്ളതാണ്. ഹല്ലേലൂയ സ്തോത്രം. അത്രയും സമയമൊക്കെ ഹല്ലേലൂയ ആയിട്ടും ഈ സാറാ കൂടാരത്തിൽ നിന്ന് പുറത്തോട്ടൊന്നും വന്നില്ല. നമ്മളൊക്കെ ആണെങ്കിൽ ഇന്നത്തെ സഹോദരിമാരൊക്കെ ആണെങ്കിൽ ഹല്ലേലൂയ ഇങ്ങനെ പുറത്തൊരു അപ്പോൾ ഒരു പാസ്റ്റർ വന്നിരുന്നാൽ എത്രയായാലും ഞാനറിയുന്ന പാസ്റ്റർ ആണോ ഇല്ലെന്നൊക്കെ നോക്കാനോ വന്ന് ഒരു വിശേഷമൊക്കെ ചോദിക്കാനൊക്കെ ഒന്ന് ഇറങ്ങി വന്നെന്ന് ചോദിക്കും. പക്ഷേ ഈ ഹല്ലേലൂയ അമ്മാമ അതിലൊന്നും ഒരുങ്ങിയില്ല. അമ്മാമ അകത്ത് തന്നെ ഇരുന്ന് ആ ചപ്പാത്തി അവിടെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ ഇരുന്ന് ഇതൊന്നും അന്വേഷിക്കാൻ ഇറങ്ങില്ല. കാരണം അന്വേഷിക്കാൻ ആരുണ്ട്? തലയായ ഹല്ലേലൂയ തൻ്റെ ഭർത്താവ് അവിടെ ഉണ്ട്. ആ ഭർത്താവിനെ കവർ ചെയ്ത് ഒരിക്കലും ഭാര്യ ഇറങ്ങി വരത്തില്ല. കാരണം തൻ്റെ തലയിരിക്കുമ്പോൾ നമ്മൾ സാറിന് വട്ടിൽ പറയില്ല, തലയിരിക്കുമ്പോൾ പാല് അങ്ങനെ അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. ഈ അമ്മച്ചിക്ക് നല്ല വിവരബോധമൊക്കെ ഉള്ളതുകൊണ്ട് ഈ അമ്മച്ചി എന്ത് ചെയ്തില്ല, ഇറങ്ങി വന്നില്ല. അല്ലെങ്കിൽ മറ്റൊരാളി പറയുന്നത് ഞാൻ പണ്ട് കണ്ടിട്ട് പാസ്റ്റർമാരാണോ പരിചയമുള്ളതാണോ എന്ന് കണ്ടിട്ട് വരട്ടെ, അല്ലെങ്കിൽ ഒന്ന് ചോദിച്ച് സ്തോത്രം ഒന്ന് കൊടുത്തിട്ട് വരട്ടെ.
ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെല്ലാം പരിജ്ഞാനത്തോടെ മുന്നോട്ട് പോയാൽ ദൈവവും പരിജ്ഞാനത്തോടെ നമ്മുടെ കാര്യങ്ങളിൽ എന്ത് ചെയ്യും, ഇടപെടും എന്നുള്ളത് മാത്രം പറഞ്ഞ് ഞാൻ അവിടെ വിടുകയാണ്. സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ, ഉടനെ ഹല്ലേലൂയ, ദൈവത്തിന്റെ കാര്യം, ദൈവിക കാര്യങ്ങളിൽ ഹല്ലേലൂയ അബ്രഹാം ഹല്ലേലൂയ താല്പര്യം കാണിച്ചപ്പോൾ ഹല്ലേലൂയ അബ്രഹാം പറയും, നിന്റെ ഭാര്യ സാറ ഹല്ലേലൂയ അവൾ അകത്തുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ നീറുന്ന വിഷയം എന്താണെന്ന് ദൈവത്തിന് നല്ലതുപോലെ അറിയാം. എൻ്റെ നിങ്ങളുടെ വേദന നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ട കാര്യമില്ല. അബ്രഹാം പറഞ്ഞില്ല, കർത്താവേ എനിക്ക് മക്കളില്ല എന്നൊക്കെ ഒരു സമയത്ത് പറഞ്ഞെങ്കിലും ആ സമയത്ത് ഇതൊന്നും പറയില്ല. ആഹാരം കൊടുത്തിട്ട് എന്നാൽ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കുക എന്ന വിഷയം ഇന്നതൊക്കെ ആണെന്നൊന്നും പറയാനൊന്നും അബ്രഹാം പോയില്ല. പക്ഷെ നിന്റെ നീറുന്ന വിഷയം, നാളുകളായിട്ട് ഉള്ളിൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയം, 24 വർഷമായിട്ട് മക്കളില്ല എന്ന് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയം, ഇത് ദൈവത്തിന് നല്ലതുപോലെ അറിയാം. ദൈവം ഉടനെ പറയുക, ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ ഭാര്യ ഹല്ലേലൂയ അടുത്ത വർഷം അല്ലെ അടുത്ത ആണ്ടിൽ ഞാനിവിടെ വരും. ഹല്ലേലൂയ, 3 പേരുണ്ട്, ഞങ്ങൾ വരുമെന്നല്ല, ഞാനിവിടെ അടുത്ത ആണ്ടിൽ ഇവിടെ വരുമ്പോൾ നിന്റെ ഭാര്യ ഒരു മകനെ അണച്ചിരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഹല്ലേലൂയ, സ്തോത്രം. നീറുന്ന വിഷയത്തിന് മറുപടി ദൈവം കൊടുക്കുവാനിടയായി. അവളെപ്പോഴും അകത്തിരുന്ന് ചിരിച്ചു കേട്ടോ. ഹല്ലേലൂയ, പുറത്തു നിൽക്കുന്ന കർത്താവ് അത് കാണാനിടയായി. നീ അകത്തെന്ത് നീ ചിന്തിച്ചാലും എന്ത് നിനച്ചാലും യഹോവ കാണുക തന്നെ ചെയ്യും. അവൻ കാണുന്നില്ലെന്ന് നീ വിചാരിക്കരുത്. അകത്തിരുന്നുണ്ടോ അറയിലിരുന്ന് നീ രഹസ്യമായിട്ട് പറയുന്നത് പുരമുകളിൽ ഘോഷിക്കുമെന്ന വചനം പറയുന്നത്. ഹല്ലേലൂയ, നീ അകത്തിരുന്ന് എന്ത് ചിന്തിച്ചാലും ഹൃദയത്തിൽ എന്ത് നിന്റെ ചിന്തയുണ്ടെങ്കിലും അത് അറിയുന്ന ഒരു സ്വർഗമുണ്ടെന്നുള്ള സത്യം മറന്നു പോകരുത്. ഹല്ലേലൂയ, കാരണം ദൈവത്തിന്റെ മുൻപിൽ ഒന്നും കളവല്ല. അത് സത്യവും സകലവും അവിടെ മലർന്നും ഹല്ലേലൂയ നഗ്നമായി കിടക്കുന്നു ഒന്നാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ അബ്രഹാം ഹല്ലേലൂയ, സ്തോത്രം തന്റെ വിഷയം പറഞ്ഞപ്പോൾ ദൈവം പറയുക, അടുത്ത വർഷം നിന്റെ വിഷയത്തിന് പരിഹാരമാണ്. ഹല്ലേലൂയ, സ്തോത്രം. യാതൊരു സംശയമില്ല. ഇത് കേട്ടപ്പോൾ തന്നെ ഹല്ലേലൂയ സാറ ഉള്ളിലൊന്ന് ചിരിച്ചു കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ചിരിച്ചെങ്കിലും ഈ ദൈവത്തെ കളിയാക്കി ചിരിച്ചതൊന്നുമല്ല. കാരണം മറ്റൊന്നുമല്ല, ഇവർക്കിപ്പോൾ 90 വയസ്സും ഹല്ലേലൂയ അബ്രഹാമിന് ഏതാണ്ട് ഹല്ലേലൂയ, സ്തോത്രം 100 വയസ്സും തികയാൻ പോകുക, 99 വയസ്സായി. ഈ പ്രായത്തിലുള്ള ഞങ്ങൾക്ക് ഹല്ലേലൂയ ഒരു കുഞ്ഞ് ജനിക്കുമോ എന്നുള്ളത് അത് സ്വാഭാവികമല്ല, അസ്വാഭാവികമായ സംഭവമാണ്. അതുകൊണ്ട് ഇത് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് ഇവരുടെ ഹൃദയത്തിലുണ്ട്. ദൈവമാണ് പറയുന്നത്. നമുക്ക് വിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ പോലും ചില സന്ദർഭത്തിൽ നമ്മളെ അവിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ കടന്നുപോയി. ഇത് അവിശ്വസിച്ചതൊന്നും അല്ല, ഇവരുടെ ആ പ്രായത്തിന്റെ ആ ഒരു ആധിക്യത്താൽ ഇവരങ്ങ് ചിന്തിച്ചു പോയതാ. അങ്ങനെ ഇവരൊന്ന് ചിരിക്കാനിടയായി. ഹല്ലേലൂയ, ദൈവം അതൊരു അനുഗ്രഹമാണ്. ചില സമയത്ത് ചിലതൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മൾക്ക് ഹല്ലേലൂയ അതൊരു ദോഷമായിട്ടൊക്കെ തോന്നുന്നെങ്കിലും ചിലതൊക്കെ നമുക്ക് അനുഗ്രഹമായിരിക്കും. ഇവളൊന്ന് ചിരിച്ചത് എന്തായിത്തീരുന്നു. കർത്താവ് പറഞ്ഞു, നീ എന്തായാലും ചിരിച്ചില്ലയോ, എന്താ നിനക്ക് ചിരി തന്നെ ഞാനങ്ങ് സമ്മാനിക്കുക എന്ന് പറഞ്ഞു. ഒരു ഇസാക്കിനെ ദൈവം അങ്ങ് കൊടുത്ത്. അവൻ ഇസാക്ക് എന്ന് പറഞ്ഞാൽ ചിരി എന്നാണ് അർത്ഥം. അന്ന് മുതൽ ഹല്ലേലൂയ അവരുടെ നിരാശകളൊക്കെ മാറുവാനിടയായി. പിറ്റേ വർഷം ദൈവം അവർക്കൊരു ചിരിയെ കൊടുത്തു. അന്ന് മുതൽ പിന്നെ അവർ ചിരിക്കാൻ തന്നെ തുടങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഇതുവരെയും നിലവിളിച്ചവർ, ഇതുവരെയും കണ്ണുനീരോടെ ഭാരപ്പെട്ടവരുടെ ഹല്ലേലൂയ വിഷയത്തിന് ദൈവം മറുപടി കൊടുത്തു. ഹല്ലേലൂയ, കഴിഞ്ഞ നാളുകളിൽ കരഞ്ഞുകൊണ്ടിരുന്നവര്, മക്കളില്ലെന്ന് പറഞ്ഞ് നിലവിളിച്ചവര്, ഹല്ലേലൂയ ഇപ്പോൾ ദൈവം അവർക്ക് ചിരി കൊടുക്കുക. ഈ മക്കളില്ലെങ്കിലേ ഹല്ലേലൂയ, സ്തോത്രം, വലിയ ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ, ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും മക്കളിലൂടെയാണ് ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജീവിതം മുന്നോട്ട് പോകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഈ മക്കളില്ല എങ്കിൽ അവരുടെ ജീവിതം അവിടെ സ്റ്റോപ്പ് ആകുകയാണ്. മുന്നോട്ട് പിന്നീട് പോകുന്നത് മക്കളിലൂടെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. മക്കളുണ്ടെങ്കിൽ മാത്രമേ ഒരു കുടുംബജീവിതം അനുഗ്രഹമായി തീരത്തുള്ളൂ. അതാണ് ഹല്ലേലൂയ 127 സങ്കീർത്തനം 4-ാം വാക്യത്തിൽ പറയുന്നത്. വീരന്റെ കയ്യിലെ അസ്ത്രം എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ കേട്ടോ. യൗവനത്തിലെ മക്കൾ വീരന്റെ കയ്യിലെ അസ്ത്രം പോലെ. അത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ ഹല്ലേലൂയ ഒരു വീരന്റെ കയ്യിലിരിക്കുന്ന അസ്ത്രം എന്ന് പറയുന്നത് ഹല്ലേലൂയ അത് നല്ല ലെവലായി നിൽക്കുന്നത്. ഹല്ലേലൂയ എന്നാൽ അവന്റെ കയ്യിലിരിക്കുന്ന വില്ലെന്ന് പറഞ്ഞാൽ ഇപ്പം വളഞ്ഞിരിക്കുന്നതാണ്. ഈ വളഞ്ഞിരിക്കുന്ന വില്ലിലോട്ട് ഹല്ലേലൂയ ഈ നേരെയുള്ള അമ്പ് ഇത് ഹല്ലേലൂയ അങ്ങോട്ട് തൊടുത്തു കഴിഞ്ഞ് അത് നമുക്ക് വിട്ടു കഴിഞ്ഞാൽ അത് നേരെ പോയി ഈ ഹല്ലേലൂയ വീരൻ ഉദ്ദേശിക്കുന്നിടത്ത് പോയി അത് കൊള്ളും. അവനൊരു ലക്ഷ്യമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്ന് വെച്ചാൽ ഒരു പിതാവിൽ നിന്ന് ഹല്ലേലൂയ പുറപ്പെടുന്ന തലമുറ. ഹല്ലേലൂയ, ആ പിതാവിനൊരു ലക്ഷ്യമുണ്ട്. ആ ഹല്ലേലൂയ പിതാവ് ഈ പ്രായമൊക്കെ ആയി വരുമ്പോൾ ഇച്ചിരി വളഞ്ഞൊക്കെ ഇരിക്കും. ഹല്ലേലൂയ, കാരണം പ്രായമായി പോയല്ലോ. ഒരു സമയത്ത് നേരെ നിന്നതാ. പക്ഷെ പ്രായമായി എന്ന് പറയുമ്പോൾ ആളിച്ചിരി
പുല്ല് വലക്കെന്ന് പറഞ്ഞേക്കും. എന്നാലും ഈ അപ്പനിൽ നിന്ന് തൊടുത്തു വിട്ട ഈ തലമുറയുണ്ടല്ലോ, ആ അപ്പനൊരു ലക്ഷ്യമുണ്ട്. ആ തലമുറ എൻ്റെ കുഞ്ഞ് ഇന്നടത്ത് പോയി എത്തണം, ഇന്നത് പ്രാപിക്കണം, അല്ലെങ്കിൽ അവനൊരു നേഴ്സായി തീരണം, അവനൊരു ഡോക്ടറായി തീരണം, അവനൊരു എഞ്ചിനീയറായി തീരണം, അല്ലെങ്കിൽ അവനൊരു ദൈവവൈദ്യരായി തീരണം എന്നൊക്കെ ലക്ഷ്യം അപ്പനുണ്ട്. അപ്പൻ ആ ലക്ഷ്യത്തിലാണ് കൊടുത്തു വിടുന്നത്. പലപ്പോഴും ലക്ഷ്യം തെറ്റാറുണ്ട്. അസ്ത്രത്തിന്റെ ചില കുഴപ്പങ്ങളൊക്കെ ചില അനുസരിക്കാത്ത ചില അസ്ത്രം എവിടെങ്കിലുമൊക്കെ മാറി തിരിഞ്ഞു പോയി കൊള്ളും. അത് പിന്നെ ആ അസ്ത്രത്തിനും കുഴപ്പമായിരിക്കും, അല്ലെങ്കിൽ അപ്പനും അത് കുഴപ്പമായിരിക്കും. എന്നാൽ ഇവിടെ തൊടുത്തുവിട്ട വീരന്റെ കയ്യിൽ അസ്ത്രം എങ്ങനെയാണോ അവന്റെ ലക്ഷ്യത്തോടെ അവൻ തൊടുത്തുവിട്ടാൽ തന്റെ മക്കൾ ലക്ഷ്യത്തോടെ ആ ലക്ഷ്യസ്ഥാനത്ത് പോയി എത്തുന്നുവെങ്കിൽ അങ്ങനെയുള്ളവരാസ്ത്രം അവന്റെ ആവനാഴി അവൻ നിറയ്ക്കപ്പെടുന്നത്. അവരെ വചനം നമ്മളെ വ്യക്തമായി പറയുന്നു. ഞങ്ങളുടെ വാക്കുകൾ വിരാമം കുറിക്കുക ഇവിടെ പറയുകയാണ്. ഇവിടെ നിലവിളിച്ച ഈ ദമ്പതികൾ ആകുന്ന ഈ അബ്രഹാം സ്വതന്ത്രം സാറായും അവരുടെ നിലവിളിക്ക് ദൈവം ഒരു മറുപടി കൊടുക്കുവാനിടയായി. അതാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അവർക്ക് തലമുറയെ കുറിച്ച് അങ്ങനെ ദൈവം അവരെ മാനിപ്പാനിടയായി. നമുക്കറിയാമല്ലോ, സഭാപ്രസംഗ പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കഷ്ടപ്പെടുന്നവർ അല്ലെ കഷ്ടത സഹിക്കുന്നവർ പിന്നീട് എന്ത് സംഭവിക്കുന്ന അവർക്ക് ചിരിക്കാനിടയായി തീരും. നീ ഇന്ന് കഷ്ടതയിലൂടെയാണോ നീ പോകുന്നത്, നിലവിളിലൂടെയാണോ നീ പോകുന്നത്, നാളെ നിനക്ക് ചിരിയായിരിക്കും കേട്ടോ. കഷ്ടത സഹിക്കാനൊരു സമയമുണ്ട്, അതിന് കഷ്ടതയില്ലെങ്കിൽ നിലവിളിക്കാനൊരു സമയമുണ്ട്, എന്നാൽ ചിരിക്കുവാൻ മറ്റൊരു സമയമുണ്ട്. അവർക്ക് കൊടുത്ത ചിരിയുടെ സമയമാണ് പിന്നീടുള്ള സമയങ്ങൾ, മുന്നോട്ട് ഓരോ ദിവസങ്ങളും. എന്നെ കേൾക്കുന്ന ദൈവകരമേ, നീ കഴിഞ്ഞ നാളുകളിൽ തലമുറകളെ ഓർത്തുകൊണ്ട് നീ നിലവിളിക്കുകയായിരുന്നു, തലമുറകളെ ഓർത്തുകൊണ്ട് നീ കഷ്ടപ്പെടുക ഭാരപ്പെടുകയായിരുന്നു. എന്നാൽ അതിന്റെ സമയം ആസന്നമായിരിക്കുക, ആ സമയം കഴിഞ്ഞിരിക്കുക, ആ കഴിഞ്ഞ സമയം തീരാൻ പോകുക. എന്നാൽ നിന്റെ ചിരിയുടെ സമയം ആസന്നമായിരിക്കുക, നിന്റെ ചിരിയുടെ സമയം അടുത്തിരിക്കുക. പലപ്പോഴും എന്റെ തലമുറ എവിടെയായി പോയി അല്ലെ എങ്ങനെയായി തീരുമെന്ന് ഞാനും നിങ്ങളും ചിന്തിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ വചനം വ്യക്തമായി വിളിച്ചു പറയുന്നു. തലമുറയെ കുറിച്ച് നീ ഭാരപ്പെടുന്ന ദൈവമല്ലേ, നിന്റെ തലമുറയെ എത്തിക്കുവാൻ അല്ലെങ്കിൽ ആ തലമുറയെ ഓർത്ത് ഭാരപ്പെടുന്ന നിന്റെ വേദനയ്ക്ക് മറുപടി തന്ന് മാനിക്കുവാൻ എന്റെ ദൈവം മതിയായ ദൈവമാണെന്ന് ഈ വചനത്തിലൂടെ ഞാൻ വിളിച്ചു പറയുകയാണ്. സ്തോത്രം. ഇത്രയും നാൾ നീ തലമുറ ഓർത്ത് നീ കരയുകയായിരുന്നെങ്കിൽ, ഇത്രയും നാൾ നീ വേദനപ്പെടുകയായിരുന്നെങ്കിൽ, ഇനിയുള്ള നിമിഷം നിനക്ക് ചിരിയുടെ കാലമാണ്, സന്തോഷത്തിന്റെ കാലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിന്നിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാണ്.